ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദഹനക്കേടിൽ നിന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷെ ബേസിക്കലി അത് കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു ഫിലോസഫിയുടെ അടിസ്ഥാനത്തിലാണ്. ഭാരതത്തിലെ എല്ലാ ഫിലോസഫികൾക്കും കോമൺ ആയിട്ടുള്ള കുറെ ദർശനങ്ങളുണ്ട്. അത്തരം ദർശനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബാക്കി ശാസ്ത്രശാഖകളും വിജ്ഞാന ശാഖകളും രൂപപ്പെട്ടിട്ടുള്ളത്. അതിൽ ആയുർവേദത്തിന്റെ അടിസ്ഥാനം സാഖ്യ ദർശനമാണ്. അങ്ങനെ ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിട്ട് നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള സംസാരം, അതായത് ദർശനത്തെക്കുറിച്ച് ഞാനൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന്റെ ഒരു ഘട്ടം എത്തുമ്പോൾ പഞ്ചഭൂത സിദ്ധാന്തം എന്ന് പറയുന്നിടത്തു നിന്നാണ് ഈ തോട്ട് പ്രോസസ് ആരംഭിക്കുന്നത്. മുഴുവൻ പ്രപഞ്ചവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് 5 ഭൂതങ്ങളുടെ കോമ്പിനേഷനും റീകോമ്പിനേഷനുമാണ് എന്നാണ് നമ്മുടെ ഭാരതത്തിന്റെ ഈ ഉൽപ്പത്തി ദർശനം. അത് നമുക്കറിയാവുന്ന പോലെ പൃഥ്വി, അപ്, തേജോ, വായു, ആകാശം, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശങ്ങളാണ് അതിന്റെ അടിസ്ഥാനം. അപ്പൊ ഇവയുടെ ഏറ്റക്കുറച്ചിലോടുകൂടിയിട്ടുള്ള സംയോഗമാണ് പലതരത്തിലുള്ള വസ്തുക്കളുടെ രൂപപ്പെടലിന് കാരണമായിട്ടുള്ളത്. ഈ കാണുന്ന വൈവിധ്യമാർന്ന ലോകം മുഴുവനും ഈ 5 പഞ്ചഭൂതങ്ങളുടെ കോമ്പിനേഷനും റീകോമ്പിനേഷനും അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞ് നിർത്തിയെടുത്തുനിന്നാണ് ആയുർവേദ ചികിത്സയുടെ കാര്യങ്ങൾ ആരംഭിക്കുന്നത്. അതായത് മനുഷ്യ ശരീരവും പഞ്ചഭൂത നിർമ്മിതമാണ്. അതായത് ഭൂമിയും ജലവും അഗ്നിയും വായു ആകാശവും കൊണ്ടുണ്ടാക്കിയതാണ്. നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പഞ്ചഭൂതങ്ങളിൽ ഒന്നിന്റെ കുറവ് പുറമേ നിന്നുള്ളൊരു ദ്രവ്യത്തിൽ അത് ധാരാളം ഉണ്ടെങ്കിൽ അതെടുത്ത് ഉപയോഗിക്കുമ്പം അത് പരിഹരിക്കപ്പെടും എന്നുള്ള ഒരു ചിന്തയാണ് ചികിത്സയ്ക്ക് നമുക്ക് ചുറ്റുമുള്ള സസ്യലതാദികളെ, മറ്റു വസ്തുക്കളെ, ദ്രവ്യങ്ങളെ എടുത്തുപയോഗിക്കുന്നതിന്റെ അടിസ്ഥാനമായിട്ട് പറയുക. ഒരു എക്സാമ്പിൾ ആയിട്ട്, കുറച്ചൊരു ക്രൂഡായിട്ടുള്ള എക്സാമ്പിൾ ആണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് പറയുകയാണെങ്കിൽ, മനുഷ്യന്റെ ശരീരത്തിൽ അഗ്നി ഭൂതത്തിന്റെ ഗുണം കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ദഹനക്കേട് എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുന്ന സമയത്ത് അഗ്നി കൂടുതലുള്ള, എരിവ് കൂടുതലുള്ള, ഈ നമ്മൾ കടുരസം എന്ന് പിന്നീട് പറയും, രുചി പറയുമ്പം എരിവ്, അപ്പൊ ഇഞ്ചി എന്ന് പറയുന്ന ഒരു ദ്രവ്യം എടുത്തിട്ട് നമ്മളത് കഴിക്കുമ്പോൾ ആ ദഹനക്കേട് മാറുന്നു. അതിന്റെ കാരണം മനുഷ്യന്റെ പഞ്ചഭൂതങ്ങളിൽ കുറവ് വന്ന അഗ്നിഭൂതത്തിനെ ഈ ദ്രവ്യം കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യപ്പെട്ടതാണ്. ഇത് വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ളൊരു പറച്ചിലാണെങ്കിലും ഇതിലേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസും മറ്റ് വേരിയബിളുകളും അനവധി ഘടകങ്ങളെയൊക്കെ ചേർത്ത് ചിന്തിച്ചിട്ടാണ് ഒരു രോഗനിർണയവും ചികിത്സയും ഒക്കെ ആയുർവേദത്തിൽ പറയുക. പക്ഷെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പഞ്ചഭൂത സിദ്ധാന്തമാണ്. അതായത് ഭൂമിയും ജലവും അഗ്നിയും വായു ആകാശങ്ങൾ ചേർന്നുണ്ടാക്കിയ ലോകം, മനുഷ്യ ശരീരവും അതുകൊണ്ടാണ്, ചുറ്റുമുള്ള വസ്തുക്കളും അതുകൊണ്ടാണ് ചികിത്സയ്ക്ക് ചുറ്റുമുള്ള ദ്രവ്യങ്ങൾ, സസ്യലതാദികൾ മാത്രമല്ല, രസശാസ്ത്രം എന്ന് പറയുന്നിടത്താണെങ്കിൽ മെറ്റൽസും മിനറൽസും വരെ ഉപയോഗിക്കും. അതാണ് ഇപ്പൊ ആയുർവേദക്കാരുടെ ചികിത്സയിൽ മെറ്റൽസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, മെർക്കുറി ഉണ്ട്, അതുകൊണ്ടത് ടോക്സിക് ആണ്, കിഡ്നി പോവും, ലിവർ പോവും എന്നൊക്കെ കേട്ടിട്ടില്ലേ. അത് ഈ എന്തിനേയും എല്ലാം ഒന്നായതുകൊണ്ട് ഈ ഒരു ഏക സ്വഭാവത്തിലുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ചികിത്സയ്ക്ക് യുക്തിപൂർവ്വം ഉപയോഗിക്കുമ്പോഴാണ് അത് ഔഷധമാവുന്നത്. എപ്പോഴോ ആർക്കെങ്കിലും ഒരാൾക്ക് ചികിത്സിച്ച് ഫലിച്ചു എന്നുള്ളതുകൊണ്ട് നേരെ വേറെ ആളുടെ അടുത്ത് ഉപയോഗിക്കുമ്പോൾ അത് രോഗത്തിനും മരണത്തിനൊക്കെ കാരണമാവാവുന്ന വിധം അപകടകരമാണ് ആയുർവേദ മരുന്നുകളും മര്യാദയ്ക്ക് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ. നമുക്കൊരു ധാരണയുണ്ട് ആയുർവേദത്തിന് സൈഡ് എഫക്ട്സ് ഇല്ല. അങ്ങനെയല്ല, എഫക്റ്റുള്ള എല്ലാത്തിനും സൈഡ് എഫക്റ്റും ഉണ്ട്. അപ്പം ഈ രസശാസ്ത്രം എന്ന് പറയുന്ന മെറ്റൽസും മിനറൽസ് ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ചെടികൾ ഉപയോഗിച്ചിട്ടുള്ള മരുന്നുകളൊക്കെ തന്നെ ഗവേൺ ചെയ്യപ്പെടുന്ന നിയമം പഞ്ചഭൂത സിദ്ധാന്തമാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഇവിടെ നിന്ന് മനുഷ്യ ശരീരത്തിന്റെ ഡെഫിനേഷനിലേക്ക് വരുമ്പോൾ ഈ പഞ്ചഭൂതങ്ങളുടെ തന്നെ കുറച്ചും കൂടി കൺസൈസ് ആയിട്ടുള്ള ഫോമിൽ ത്രിദോഷ സിദ്ധാന്തം എന്ന് പറയുന്നിടത്താണ് ശരിക്കും ആയുർവേദത്തിന്റെ സകല ചിന്താ കാര്യങ്ങളും അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നടക്കുക. എന്താണ് ത്രിദോഷം? നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ 3 വാക്കുകളും. വാതം, പിത്ത, കഫങ്ങളാണ് ത്രിദോഷങ്ങൾ. ഇതെന്തെങ്കിലും വസ്തുക്കളാണെന്ന് ചോദിച്ചാലല്ല. അത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഫിസിക്കൽ ഗുണങ്ങൾ ഒരുമിച്ച് പോകുന്നതിനെ വാദം എന്ന് പറയും. വേറെ കുറച്ച് ഫിസിക്കൽ ഗുണങ്ങൾ ഒരുമിച്ച് പോകുന്നതിനെ പിത്തം എന്ന് പറയും. വേറെ കുറച്ച് ഫിസിക്കൽ ഗുണങ്ങൾ ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്ത് കാണപ്പെടുന്നതിനെ കഫം എന്ന് പറയും. ഉദാഹരണം പറഞ്ഞാൽ വാദഗുണമാണ് ലഘുവും രൂക്ഷവും. ലഘു എന്ന് പറഞ്ഞാൽ ഭാരം കുറഞ്ഞ വസ്തു. രൂക്ഷം എന്ന് പറഞ്ഞാൽ അതിന് എന്താ പറയാ, ഒരു മിനുസമില്ലായ്മ, രൂക്ഷത, ഡ്രൈ ആയിട്ട് നിൽക്കുന്ന വസ്തു. ഡ്രൈ ആയ വസ്തു പൊതുവേ ഭാരം കുറഞ്ഞതുമായിരിക്കും. അങ്ങനെ ഏതൊക്കെ പ്രോപ്പർട്ടീസ് ആണോ അവയുടെ സ്വഭാവം കൊണ്ട് ഒരുമിച്ച് നീങ്ങുന്നത്
അവയെല്ലാത്തിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു കോൺസെപ്റ്റ് എന്നുള്ള നിലയ്ക്കാണ് വാദം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിത്തം, അതുപോലെ കഫം. അതൊരു വസ്തുവല്ല, മറിച്ച് ചില ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ സംഘാതമാണ്, വിച്ച് ടെൻസ് ടു വർക്ക് ടുഗദർ. ഒരുമിച്ചും അത് പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അവയെ കണക്കാക്കുന്നത്. അപ്പം അടിസ്ഥാനപരമായിട്ട് ഈ ഗുണങ്ങൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അവ ഗ്രൂപ്പായിട്ട് വന്നിട്ട് വാദ എന്നുള്ള നിലയ്ക്കുള്ള ഒരു പൊതു ടൈറ്റിലിനെ നേടുന്നു, അല്ലെങ്കിൽ പിത്തം എന്നുള്ളൊരു ടൈറ്റിൽ നേടുന്നു, കഫം എന്നുള്ള ടൈറ്റിൽ നേടുന്നു. ഇത് ശരീരത്തിനെ നിലനിർത്തുന്ന ചില ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. ആ ധർമ്മം നിർവഹിക്കുന്ന അതിന്റെ ബാലൻസ് ആണ് ആരോഗ്യം. ആ ത്രിദോഷങ്ങളുടെ ബാലൻസ് തെറ്റലാണ് അനാരോഗ്യം. ഇതാണ് ആയുർവേദ സങ്കല്പത്തിന്റെ അടിസ്ഥാനം. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഈ മനുഷ്യ ശരീരത്തിന്റെ ഈ ത്രിദോഷ സിദ്ധാന്തത്തിന്റെ മുകളിലേക്കാണ് ചികിത്സ മുഴുവനും രൂപപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ ചരിത്രം പറയുന്നത് ബ്രഹ്മസ്മൃത്വായിഷാവേദം എന്നാണ്. വെച്ചാൽ ബ്രഹ്മാവ് ഓർത്തെടുത്തു എന്നാണ്. ആദിമ എല്ലാത്തിനെയും സൃഷ്ടിച്ച ബ്രഹ്മാവ് ഓർത്തു എന്ന് പറയുമ്പം, ബ്രഹ്മാവിന് മുമ്പ് എന്ന് പറയുമ്പം നമ്മൾ പറയുന്ന പ്രളയകാലങ്ങളുണ്ടല്ലോ, പല പ്രളയത്തിലും ഒപ്പറെ എല്ലാ കാലത്തെയും അതിജീവിച്ച് നിൽക്കുന്ന കലാധിപത്യായ നിയമങ്ങളെ ക്രോഡീകരിച്ചതാണ്. അതുകൊണ്ടാണ് ബ്രഹ്മാവ് പറഞ്ഞു എന്നല്ല, ബ്രഹ്മാവ് ഓർത്തെടുത്തു എന്നാണ് പറയാ, ബ്രഹ്മാവിനും മുമ്പേ എന്നുള്ള അർത്ഥത്തിന്. ബ്രഹ്മാവിൽ നിന്നത് ദക്ഷപ്രജാപതിക്കും, ദക്ഷപ്രജാപതിയിൽ നിന്ന് ഇന്ദ്രനിലേക്കും, ഇന്ദ്രനിൽ നിന്ന് ഭരദ്വാജനിലേക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുനിമാരുടെ ഒരു നിര പറഞ്ഞു പോവാണ്. അപ്പൊ അങ്ങനെ വന്നിട്ട് ഈ ആയുർവേദ ശാസ്ത്രത്തിന് രണ്ട് കൈവഴികളുണ്ട്. ഒന്ന് കായ ചികിത്സ, മറ്റത് ശല്യ ചികിത്സ. ഈ ചരകാചാര്യർ ചരക സംഹിത എഴുതുമ്പോൾ അദ്ദേഹം കായ ചികിത്സ എന്ന് പറയുന്നത് നമുക്ക് പറയാവുന്ന ജനറൽ മെഡിസിൻ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് കായ ചികിത്സ. മറ്റൊരു ധാര എന്ന് പറയുന്നത് ശല്യ ചികിത്സ, സർജിക്കൽ ഇന്റർവെൻഷൻസ് ഒക്കെ കാര്യമായിട്ട് വിശദീകരിച്ചിട്ടുള്ള ധന്വന്തരി സ്ട്രീമാണ് സുശ്രുതൻ എഴുതിയ സുശ്രുത സംഹിത അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ശല്യ ചികിത്സ. അപ്പം കായ ചികിത്സയും ശല്യ ചികിത്സയും എന്ന് പറഞ്ഞിട്ട് രണ്ട് മെത്തഡ്. ഒന്ന് മരുന്നുകൾ കൊണ്ട്, പഞ്ചകർമ്മം കൊണ്ട് ചികിത്സിക്കുന്ന കായ ചികിത്സ. ഇപ്പൊ ശസ്ത്രം കൊണ്ടും പഞ്ചശോധനം, ചെറിയൊരു വ്യത്യാസമുണ്ട്. പഞ്ചകർമ്മവും പഞ്ചശോധനവും തമ്മിൽ ചെറിയ വ്യത്യാസം എന്താ വെച്ചാൽ അത് പിന്നീട് പറയാം. ഇങ്ങനെ രണ്ട് സ്ട്രീം ഓഫ് അപ്രോച്ച് ഉണ്ട് ചികിത്സയ്ക്ക്. അതിനപ്പുറം പക്ഷെ ഇതിന്റെ അടിസ്ഥാനപരമായിട്ട് ഇതിനെ രണ്ടിനെയും ഗവേൺ ചെയ്യുന്ന ബേസിക് പ്രിൻസിപ്പിൾസിലൊന്നും വഴക്കില്ല, കൺഫ്യൂഷൻസ് ഇല്ല. ഇപ്പൊ ചരിത്രത്തിന് ധാരാളം പുസ്തകങ്ങൾ, ചരക സംഹിത എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഞാൻ പറഞ്ഞില്ല, കായ ചികിത്സയുടെ അടിസ്ഥാനമാണ് ചരക സംഹിത. സുശ്രുത സംഹിത എന്ന് പറയുന്നത് ശല്യ തന്ത്രം, അതായത് സർജിക്കൽ. നമ്മൾ പറയും സുശ്രുതനാണ് സർജറിയുടെ പിതാവ് എന്ന് പറയും. അത് വെറുതെ പറഞ്ഞതല്ല, അത്രയ്ക്ക് അധികം ഡീറ്റെയിൽഡ് ആയിട്ട് സർജറി ചെയ്യാനുള്ള ടൂൾസിന്റെ ഡീറ്റെയിൽസ് അദ്ദേഹം ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഏറെയൊന്നും പുതുമ കൊണ്ടുവരാൻ ആധുനിക സർജിക്കൽ ഡിസൈനുകൾക്കും സാധിച്ചിട്ടില്ല. അന്ന് എന്തൊക്കെയാണോ, ഏതൊക്കെ ടൈപ്പിലാണോ സർജിക്കൽ ടൂൾസ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതൊക്കെ തന്നെയാണ് ഈ പുതിയ കാലത്തും കുറച്ചുകൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുള്ളത് കൊണ്ടാണ് ലോകത്തെമ്പാടും, നമ്മൾ ഭാരതീയർ കയറി അങ്ങ് പറയുന്നതല്ല, സർജറിയുടെ പിതാവ് എന്ന് പറഞ്ഞിട്ട് സുശ്രുതനെ തന്നെ ലോകത്തെമ്പാടും അക്സെപ്റ്റ് ചെയ്യുന്നത് അദ്ദേഹം ലേ ഡൗൺ ചെയ്ത ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സർജറി അത്രമേൽ പവർഫുൾ ആയതുകൊണ്ടാണ്, അത്രമേൽ ഉറപ്പുള്ള അടിസ്ഥാനമായതുകൊണ്ടാണ്. പിന്നീട് കാശ്യപ സംഹിത എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഉണ്ട്. കാശ്യപ സംഹിത ബാലചികിത്സ, കുട്ടികളുടെ ചികിത്സയ്ക്കാണ് അതിന് പ്രാധാന്യം. പിന്നീട് അഷ്ടാംഗ സംഗ്രഹവും അഷ്ടാംഗ ഹൃദയവും വരുന്നുണ്ട്. വൃദ്ധ വാഗ്ഭടൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് അഷ്ടാംഗ സംഗ്രഹം, വാഗ്ഭടാചാര്യനാണ് അഷ്ടാംഗ ഹൃദയം. കേരളത്തിലൊക്കെയുള്ള ആയുർവേദ ചികിത്സ വൈദ്യന്മാരെല്ലാവരും ഉപയോഗിക്കുന്നതും അടിസ്ഥാനമായിട്ട് ആശ്രയിക്കുന്നതും ഈ അഷ്ടാംഗ ഹൃദയത്തെയാണ്. കാലത്തിന്റെ ഓർഡറിൽ അഷ്ടാംഗ ഹൃദയമാണ് ലേറ്റസ്റ്റ്. അതുകൊണ്ട് തന്നെ ചരകത്തിന്റെയും സുശ്രുതത്തിന്റെയും ഒക്കെ സത്തായ ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടും ഓർഡർലി ആയിട്ടും പ്രസന്റ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റാണ് അഷ്ടാംഗ ഹൃദയം. മറ്റൊരു ടെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ശാർംഗധര സംഹിത എന്ന് പറയുന്ന ടെക്സ്റ്റാണ്. ഈ ടെക്സ്റ്റിന്റെ പ്രത്യേകത ആയുർവേദത്തിലെ ഫോർമുലേഷൻസ്, മരുന്നുകൾ എങ്ങനെ എന്തൊക്കെയുണ്ടെന്നും അതെങ്ങനെ നിർമ്മിക്കണമെന്നും, പേരുകളല്ല, അതിന്റെ നിർമ്മാണ വിധി വളരെ കാര്യമായിട്ട് വിശദീകരിക്കുന്ന ഒരു പുസ്തകമാണ് ശാർംഗധര സംഹിത. അപ്പൊ അതിലാണ് നമുക്ക് എത്ര തരം കഷായങ്ങളുണ്ട്, ചൂർണങ്ങളുണ്ട്, നെയ്യുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ലേഹ്യങ്ങളുണ്ട്, അനവധി തരത്തിലുള്ള മെഡിസിന്റെ ഫോംസ്. ഒരേ മരുന്ന് തന്നെ പല ഫോമിൽ കൊടുക്കുമ്പോൾ അതിന്റെ
ഗുണത്തിൽ വ്യത്യാസം ഉണ്ടെന്നുള്ള തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് മരുന്നിന്റെ അഡ്മിനിസ്ട്രേഷന് പലതരം ഫോമിന് കഷായമായിട്ടും തൈലമായിട്ടും ഘൃതമായിട്ടും ചൂർണമായിട്ടും പൊടിയായിട്ടും ഒക്കെ പറയുന്ന അതിന്റെയൊക്കെ വിശദീകരണങ്ങൾ തരുന്ന ടെക്സ്റ്റാണ് ശാർംഗധര സംഹിത. അപ്പൊ ഇങ്ങനെ കുറച്ച് ടെക്സ്റ്റുകളുടെ പേര് പറഞ്ഞു നിർത്തിയെന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ താളിയോലകളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വലിയ ഗവേഷണം നടത്തുന്ന ഒരു യുവ സന്യാസിയുണ്ട്, സ്വാമി ബാലാനന്ദ ഭൈരവ. അദ്ദേഹം പറയായിരുന്നു, ലക്ഷക്കണക്കിന് പുസ്തകങ്ങളാണ് ഇനിയും വെളിച്ചം കാണാതെ താളിയോലകളിൽ കുടുങ്ങിക്കിടക്കുന്നത്. അത് വായിച്ചെടുത്തിട്ട് അതിനെ നിർദ്ധാരണം ചെയ്ത് മെയിൻ സ്ട്രീം ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന്. ആയുർവേദ വിദ്യാർത്ഥി അതിന്റെ സിലബസിനകത്ത് ഒരു ആക്ച്വൽ ടെക്സ്റ്റ് ആയിട്ടും റെഫറൻസ് പറഞ്ഞ പുസ്തകങ്ങൾ എല്ലാം കൂടി ചേർന്നൊരു 50, 60, 70 പുസ്തകം മാത്രമാണ് മാക്സിമം നോക്കാൻ സാധ്യതയുള്ളത്. എന്നാൽ 10 ലക്ഷത്തോളം പുസ്തകങ്ങൾ നമ്മുടെ അറിവിന്റെ ഖനിയായിട്ട് കിടപ്പുണ്ട് എന്ന് പറയുമ്പോഴാണ് പുതിയ തലമുറ എത്രത്തോളം റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറണം, നമ്മുടെ പൂർവികര് നിർമ്മിച്ചെടുത്ത അറിവുകളോട് അതിനെ നിലനിർത്താനുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റി, സംസ്കൃതം പഠിക്കാനും ആയുർവേദം പഠിക്കാനും അതിനെ ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളിൽ അതിനെ വാലിഡേറ്റ് ചെയ്തെടുക്കാനും നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. ആയുർവേദത്തിന് സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. അഷ്ടാംഗം എന്നാണ് പറയുക. കായ ചികിത്സ, ബാലചികിത്സ, ഗൃഹചികിത്സ, ഊർധാംഗ ചികിത്സ അഥവാ ശാലാക്യ ചികിത്സ, ശല്യം, വിഷം, രസായനം, വാജീകരണം. അതെന്തൊക്കെയാണെന്ന് പറയാം. കായ ചികിത്സ എന്ന് പറഞ്ഞാൽ മുഴുവൻ ശരീരത്തെയും ആശ്രയിച്ചു വരുന്ന രോഗങ്ങളെ കുറിച്ച് പറയുകയും അതിന്റെ ചികിത്സയും പറയുന്നതാണ് കായ ചികിത്സ. അതിന് ജനറൽ മെഡിസിൻ നമുക്ക് പൊതുവായിട്ട് പറയാം. ബാലചികിത്സ എന്ന് പറയുന്നത് കുട്ടികളെ അധികരിച്ചു വരുന്ന രോഗങ്ങൾക്കുള്ള ചികിത്സ. നമ്മുടെ കേരളത്തിലെ ചികിത്സാ പദ്ധതിയിൽ ധാരാളം ബാലചികിത്സകരുണ്ടായിരുന്നു. ഗൃഹചികിത്സ എന്ന് പറയുന്നത് നമ്മുടെ സൈക്യാട്രിക് വിഭാഗമാണ്. ഗൃഹം എന്ന് പറയുന്ന ഗ്രഹബാധ എന്ന അർത്ഥത്തിലാണ് മാനസിക രോഗങ്ങളെ പറഞ്ഞു പോയിട്ടുള്ളത്. അതിന്റെ ചികിത്സയും അതിനുള്ള പരിഹാരങ്ങളും പറയുന്ന മാനവരോഗ ചികിത്സയാണ് ഗൃഹചികിത്സ. ശാലാക്യ ചികിത്സ എന്നുള്ളതല്ല, ഊർധാംഗ, അതായത് കഴുത്തിന് മുകളിലേക്കുള്ള എല്ലാ രോഗങ്ങളെയും കൂടെ ചേർത്തിട്ടാണ് പറയാം. അതിൽ ശാലാക്യം എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ ചികിത്സയാണ്. അത് കഴുത്തിന് മുകളിലെല്ലാം പെടും അതില്. ശല്യ ചികിത്സ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ സർജിക്കൽ ഇന്റർവെൻഷൻസ് ആവശ്യമുള്ള കണ്ടീഷൻസിനെ വിശദീകരിക്കുന്ന ശല്യ ചികിത്സ. അഗതതന്ത്രം അഥവാ വിഷചികിത്സ എന്ന് പറയുന്നത് സ്ഥാവരവും ജംഗമവുമായിട്ടുള്ള വിഷങ്ങൾ, എന്ന് വെച്ചാൽ മൃഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളിൽ നിന്നുള്ള എല്ലാ തരത്തിലുള്ള വിഷങ്ങൾക്കുള്ള ചികിത്സ എന്ന അർത്ഥത്തിലാണ് വിഷചികിത്സ. രസായന ചികിത്സയും വാചീകരണ ചികിത്സയും പോസിറ്റീവ് ആയിട്ടുള്ള ചികിത്സകളാണ്. അത് രോഗം മാറ്റാനല്ല, പോസിറ്റീവ് ഹെൽത്തിന്റെ 2 ആസ്പെക്ട്സ് ആണ്. ഒന്ന്, രസായന ചികിത്സ എന്ന് പറയുന്നത് യൗവനം എന്ന് പറയുന്നത് എല്ലാ കാലത്തും മനുഷ്യന്റെ ഒരു സ്വപ്നമാണ്, യുവാവായിട്ടിരിക്കുക, യുവതിയായിട്ടിരിക്കുക എന്നുള്ളത്. അപ്പൊ അതിന്റെ ഹൗ ടു അച്ചീവ് ദാറ്റ് എന്ന് വിശദീകരിക്കുന്ന രസായനവും ഗർഭോത്പാദനം, ലൈംഗികത, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സയാണ് വാചീകരണ ചികിത്സ. അങ്ങനെ 8 അംഗങ്ങൾ ഒന്നുകൂടി പറയാം. കായ ചികിത്സ, ബാലചികിത്സ, ഗൃഹചികിത്സ, ഊർധാംഗ ചികിത്സ, ശല്യ ചികിത്സ, വിഷചികിത്സ, രസായന ചികിത്സ, വാചീകരണ ചികിത്സ. കായം, ബാല, ഗൃഹം, ഊർധാംഗ ചികിത്സ, ശല്യ ചികിത്സ, അഗതം അഥവാ വിഷചികിത്സ, രസായനം, വാചീകരണം. ഇത് ഇങ്ങനെ ഡിവിഷൻസ് ഉണ്ടെന്ന് പറയാതെ സ്പെഷ്യലൈസേഷൻ, ആയുർവേദത്തിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇങ്ങനെ 8 എണ്ണം വളരെ ബ്രോഡറായിട്ട് പറയുന്നത്. ഇതിന്റെ ചെറിയ ഡീറ്റെയിലിംഗ് വേറെയും ഉണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ത്രിദോഷം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആയുർവേദത്തിന്റെ മുഴുവൻ ഫിലോസഫി മുന്നോട്ട് പോകുന്നത് എന്ന് ആദ്യം പറഞ്ഞല്ലോ. അത് തന്നെ പഞ്ചഭൂതം എന്ന് പറയുന്ന സങ്കല്പത്തിന്റെ കുറച്ചുകൂടി കൺസൈസ്ഡ് ആയിട്ടുള്ള ഫോം ആണെന്നും പറഞ്ഞു. അപ്പൊ അതിൽ വാദത്തിന്റെ ഗുണങ്ങൾ പറയുന്നുണ്ട്. വാദത്തിന്റെ ഗുണങ്ങൾ ഇങ്ങനെയാണ്: രൂക്ഷം, ലഘു, ശീതം, ഖരം, സൂക്ഷ്മം, ചലം. ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം പെട്ടെന്ന് മനസ്സിലായില്ല എന്ന് വരും. രൂക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈനെസ് എന്ന് വേണമെങ്കിൽ എടുക്കാം. ലഘു എന്ന് പറഞ്ഞാൽ ലൈറ്റ്നെസ്, ഭാരമില്ലായ്മ. ശീതം എന്ന് പറഞ്ഞാൽ അറിയാലോ, തണുപ്പ്. ഖരം എന്ന് പറഞ്ഞാൽ പരിപരിപ്പ്. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ വളരെ ടൈനി എന്നുള്ള അർത്ഥത്തില്. ചലം എന്ന് പറഞ്ഞാൽ എപ്പോഴും ചലിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചലിക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ടിരിക്കുക, പരിപരുത്തായിരിക്കുക, തണുത്തിരിക്കുക, ഭാരമില്ലാതിരിക്കുക,
ഡ്രൈ ആയിട്ടിരിക്കുക എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റുകൾ എല്ലാം കൂടി ചേർന്നാൽ വാദമായി. അപ്പോൾ ഒരു എങ്ങനെയാണ് ഇപ്പോൾ നമുക്കൊരു വാദത്തിന്റെ പ്രസൻസ് അറിയാതെ വെച്ചാൽ, ഇപ്പൊ ശരീരം ഒരാളുടെ സ്കിൻ ഡ്രൈ ആണെങ്കിൽ അത് വാദം അതിന്റെ റോങ് ആവിഷ്കാരം നടത്തുമ്പോഴാണ്, ഓവർ ആവുമ്പോഴാണ് ഒരാളുടെ സ്കിൻ ഡ്രൈ ആവുന്നത്. അങ്ങനെയൊക്കെയാണ് ചികിത്സയും അതിന്റെ ലക്ഷണങ്ങളൊക്കെ നിശ്ചയിക്കുക. അപ്പൊ ഈ വാദത്തിന്റെ ഈ ഗുണങ്ങൾ പറഞ്ഞല്ലോ, ഈ ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വാദം അതിന്റെ ഏത് സ്റ്റേജിൽ നിൽക്കുന്നു, പോസിറ്റീവായിട്ട് നോർമൽ ഇക്വിലിബ്രിയത്തിലാണോ വഴിതെറ്റിയിട്ടാണോ എന്നുള്ളത് അറിയാം. പിത്തത്തിന് പറയുമ്പോഴത്തേക്കും സ്നിഗ്ധത ഉണ്ട്. സ്നിഗ്ധത എന്ന് വെച്ചാൽ കുറച്ച് ഓയിലിയാണ്, തീക്ഷ്ണമാണ്. തീക്ഷ്ണം എന്ന് ഇപ്പൊ പറയാം എങ്ങനെയാ, അപ്പൊ കുരുമുളകിന്റെ ഒക്കെ ഒരു ഫീലാണ് തീക്ഷ്ണത. ഉഷ്ണം, ചൂടുണ്ടാവും. വാദത്തെ പോലെ തന്നെ പിത്തവും ലഘുവാണ്. പിന്നെ അതിനൊരു വിസ്രഗന്ധം, ഒരു 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 അത്ര സുഖമില്ലാത്തൊരു മണം, പിന്നെ ഒഴുകുന്നതായിരിക്കും, ദ്രവാവസ്ഥയായിരിക്കും എന്നൊക്കെയാണ് പിത്തവുമായി ബന്ധപ്പെട്ടുള്ള ഗുണങ്ങൾ പറയുക. ഇത് ഇങ്ങനെ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വാതപിത്ത കഫങ്ങൾ എന്ന് പറയുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടി പറയണമെന്നേ ഉള്ളൂ. ഇതങ്ങനെ ഓർത്തിരിക്കാൻ പാകത്തിലുള്ള ടെക്നിക്കൽ ടേംസ് ആയതുകൊണ്ട് അത്ര ഈസി അല്ല. കഫത്തിനാണെങ്കിൽ അതിന് ഭാരമുണ്ടാവും, ഗുരുത്വം ഉണ്ടാവും, അത് പതുക്കെ ചലിക്കുന്നുണ്ടാവില്ല, വളരെ സ്മൂത്ത് ആയിരിക്കും, സ്ഥിരമായിരിക്കും. അങ്ങനെ ഫോംഡ് ആയിട്ടുള്ള വസ്തുക്കളാണ് മനുഷ്യ ശരീരത്തിലെ കഫം എന്ന് പറയുന്ന ആസ്പെക്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു മനുഷ്യൻ ഭക്ഷണം വസ്തു കഴിച്ചു കഴിഞ്ഞാൽ അത് അന്നനാളത്തിൽ ചെന്നിട്ട് പരിണമിച്ചിട്ട് ആദ്യമായിട്ടുണ്ടാവുന്ന ധാതു, 7 ധാതുക്കൾ, സപ്തധാതുക്കളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. ഈ സപ്തധാതു എന്ന് പറയുമ്പോഴും ത്രിദോഷങ്ങളുടെ കോമ്പിനേഷനാണത്. അതിൽ നിന്ന് വേറൊരു വസ്തുവല്ല. എങ്ങനെയാണോ പഞ്ചഭൂതത്തിന്റെ തന്നെ കോമ്പിനേഷനാണ് ത്രിദോഷം എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിൽ പിന്നീട് വേറൊരു ആസ്പെക്ട് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് 7 ധാതുക്കളുണ്ടെന്ന്. പക്ഷെ അത് ഈ പറഞ്ഞ ത്രിദോഷത്തിനകത്ത് തന്നെ വരും. അപ്പൊ കഴിച്ച ആഹാരം ആദ്യമായി പരിണമിച്ച് വരുന്നത് രസം. ആ രസത്തിൽ നിന്ന് രക്തം, രക്തത്തിൽ നിന്ന് മാംസം, മാംസത്തിൽ നിന്ന് മേധസ്, മേധസ്സിൽ നിന്ന് അസ്ഥി, അസ്ഥിയിൽ നിന്ന് മജ്ജ, മജ്ജയിൽ നിന്ന് ശുക്ലം എന്ന രീതിയിൽ മനുഷ്യ ശരീരത്തിൽ കഴിച്ചൊരു ആഹാരം ഈ റിഫൈൻഡ് ആയിട്ട് ഉത്തരോത്തരം അടുത്തടുത്ത ധാതുക്കളായി പരിണമിക്കുന്നു. അങ്ങനെ 7 ധാതുക്കളുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഹ്യൂമൻ ബോഡി. 7 രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം. ഇതിന്റെ അപ്പൊ മനുഷ്യന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ ഒരു നിർവചനം എങ്ങനെയാണ്? സമദോഷ സമാഗ്നിച്ച സമധാതു മലക്രിയ. അപ്പൊ സമദോഷം എന്ന് പറഞ്ഞാൽ ത്രിദോഷങ്ങളുടെ സമാവസ്ഥ. സമാവസ്ഥ എന്ന് പറഞ്ഞാൽ ഈക്വൽ എന്നല്ല അർത്ഥം. ഓരോ മനുഷ്യനും അയാളുടെ കൈവിരലിലെ കൈരേഖ പോലെ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഈ വാതപിത്ത കഫങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അയാളുടെ പേഴ്സണാലിറ്റി നിശ്ചയിക്കുന്നത് അവയുടെ ആ യുണീക്ക് കോമ്പിനേഷനാണ്. എന്നിരുന്നാലും വാതപിത്ത കഫങ്ങളിൽ വാദം വർദ്ധിച്ചു നിൽക്കുന്ന ഒരാള് ജന്മന അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് വാദപ്രകൃതിയാണ് എന്ന് പറയും. കാരണം അയാൾ പ്രിഡോമിനന്റ്ലി വാദം ഉള്ള ഒരു ശരീരപ്രകൃതിയായിരിക്കും. അതായത് മെലിഞ്ഞായിരിക്കും എന്നൊക്കെ പറയുന്ന കുറച്ച് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് നമുക്ക് വാദപ്രകൃതിക്കാരനിൽ കാണാം. പിത്തപ്രകൃതി എന്ന് പറഞ്ഞാൽ പിത്തത്തിന് പ്രിഡോമിനൻസ് ഉള്ള മറ്റ് 2 ദോഷങ്ങളും ഉള്ള അവസ്ഥ. കഫപ്രകൃതി എന്ന് പറഞ്ഞാൽ കഫത്തിന് പ്രിഡോമിനൻസ് ഉള്ള മറ്റ് 2 ദോഷങ്ങളും ഉള്ള അവസ്ഥ. ഇങ്ങനെയാണ്. ഒരു പ്രകൃതി ഉണ്ടെന്ന് പറഞ്ഞാൽ മറ്റതൊന്നും ഇല്ല എന്നല്ല അർത്ഥം. പ്രിഡോമിനന്റ്ലി വാദ എന്നേ അർത്ഥമുള്ള വാദപ്രകൃതിക്കാരന്. പ്രകൃതി എന്ന് പറഞ്ഞാൽ അയാളുടെ നോർമൽ സാധാരണ ഹെൽത്തി അവസ്ഥയാണ്. അപ്പം വാദപ്രകൃതി എന്ന് പറഞ്ഞ ഒരാൾക്ക് വാദം അയാളുടെ ബേസിക് നേച്ചറിൽ കുറച്ച് ഓൺ ദ ഹയർ സൈഡ് ആയിരിക്കും. അപ്പൊ എന്ത് കോമ്പിനേഷനിലാണോ ഓരോരുത്തരും ജനിച്ചത്, ആ യുണീക് കോമ്പിനേഷനാണ് അയാളുടെ ഹെൽത്തിന്റെ ബേസിക് ഇൻഡെക്സ്. അവിടെ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഡീവിയേറ്റ് ചെയ്യുന്നതാണ് അയാളുടെ അനാരോഗ്യം. അപ്പം നമ്മൾ ജനിക്കുന്ന പെർട്ടിക്കുലർ പ്രകൃതി, അടിസ്ഥാന പ്രകൃതി ഉണ്ട്. ആ പ്രകൃതി എന്താണെന്ന് അറിയുന്നത് വികൃതി, എന്താണ് വഴി തെറ്റിയതെന്ന് അറിയാൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ടാണ് മനുഷ്യൻ നമ്മൾ ആരാണെന്ന് തിരിച്ചറിയേണ്ടത്. അപ്പൊ ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചും കഴിച്ച ആഹാരത്തിനനുസരിച്ചും നമ്മുടെ ജീവിതചര്യക്കനുസരിച്ചും വരുന്ന മാറ്റം എൻ്റെ ബേസിക് നേച്ചറിൽ നിന്ന് എന്നെ എത്രമേൽ ഡീവിയേറ്റ് ചെയ്തു എന്ന് അറിയണം. അതറിഞ്ഞിട്ട് അത് ക്യാൻസൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതാണ് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആയുർവേദത്തിന്റെ വിധി. അപ്പം നേരത്തെ പറഞ്ഞ പോലെ കഴിച്ച ആഹാരത്തിന് പരിണമിച്ച 7 അവസ്ഥ, 7 ധാതുക്കളായി പരിണമിക്കും. രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം എന്ന് പറഞ്ഞല്ലോ. ത്രിമലങ്ങള്, 3 മലങ്ങളെ പറ്റി പറയും. നമുക്കറിയാവുന്ന പോലത്തെ മലം, മൂത്രം, വിയർപ്പ്, ഇതാണ് ത്രിമലങ്ങള്. അഗ്നി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അഗ്നി എന്ന് പറയുന്നത് ജഠരാഗ്നി എന്ന് പറയുന്ന മെയിൻ അഗ്നിയും പിന്നെ ഈ പറഞ്ഞ ധാതു പറഞ്ഞല്ലോ 7 ഓരോ ധാതു അടുത്ത ധാതുവായി പരിണമിക്കുന്നതിന്
വേണ്ടി വരുന്ന ആ പെർട്ടിക്കുലർ കെമിക്കൽ റിയാക്ഷൻസ് എന്തൊക്കെ തന്നെയാണോ അതിനെല്ലാം കൂടെ ചേർന്നിട്ട് ആ പെർട്ടിക്കുലർ ധാതുവിന്റെ അഗ്നിയാന്ന് പറയും. അപ്പം രസധാതു അഗ്നി, രക്തധാതു അഗ്നി, മാംസധാതു അഗ്നി അങ്ങനെ പറഞ്ഞു പോകും. കാര്യം രസധാതു അഗ്നി പ്രോപ്പർ ആയിട്ടിരിക്കുമ്പോഴാണ് രക്തം ഫോംഡ് ആവുക. രക്തധാതു അഗ്നിയുടെ ഹെൽത്തി സ്റ്റേറ്റിൽ നിന്നാണ് രക്തമാംസം ഉണ്ടാവുന്നത്. അങ്ങനെ അതാണ്. അപ്പൊ ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും ഈ ചെയിനിന് ഒരു ബ്രേക്ക് വരുമ്പോഴാണ് ഇംബാലൻസ് രൂപപ്പെടുന്നത്. അപ്പം കോൺസെപ്റ്റുകൾ പലതും ഇങ്ങനെ അൺവീൽ ചെയ്ത് വരുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ബേസിക് ആയിട്ട് പഞ്ചഭൂത സിദ്ധാന്തം, അതിൽ നിന്ന് ത്രിദോഷ സിദ്ധാന്തം, ത്രിദോഷത്തിന്റെ എന്ന് നമ്മൾ പറഞ്ഞ ഈ സപ്തധാതുക്കളുടെ പരിണാമത്തിൽ സഹായിക്കുന്ന അഗ്നികൾ, ധാത്വഗ്നികളും ജഠരാഗ്നിയും, ഇങ്ങനത്തെ കോൺസെപ്റ്റുകളെ മുഴുവനും മനസ്സിൽ വെച്ചിട്ടാണ് ഒരു ആയുർവേദ വൈദ്യൻ ചികിത്സിക്കുന്നത്. ഇത് മാത്രമല്ല, ഒരു മനുഷ്യൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രപഞ്ചത്തിന്റെ തന്നെ ഭാഗമാണ് നമ്മൾ. അതുകൊണ്ട് പ്രപഞ്ചത്തിലെ സകല ചേഞ്ചസും നമ്മളിലും ആവിഷ്കരിക്കപ്പെടും. നമ്മൾ പറയില്ലേ, എന്താ, കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ എനിക്കാവതില്ല പൂക്കാതിരിക്കാൻ എന്ന് അയ്യപ്പ പണിക്കരുടെ കവിതയിൽ പറയണ പോലെ, സീസൺ ആവുമ്പോൾ കണിക്കൊന്നയ്ക്ക് പൂത്തേ പറ്റൂ എന്ന് പറയുന്നത് കണിക്കൊന്ന പൂക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ വിഷു എന്ന് പറയേണ്ടി വരും. കാലാവസ്ഥാ വ്യതിയാനം വന്നിട്ട് ഏതോ ഒരു പെർട്ടിക്കുലർ കാലാവസ്ഥയും സാഹചര്യം ഒത്തുവരുമ്പോഴാണ് കണിക്കൊന്ന പൂക്കുന്നത്. അങ്ങനെ ഓരോ ചെടിക്കും ഓരോ ജീവനും അതിൻ്റെതായിട്ടുള്ള പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അലൈൻമെന്റ് ഉണ്ട്. ആ അലൈൻമെന്റ് അറിയുന്നതും ആരോഗ്യത്തിന് ആവശ്യമാണ്. അപ്പൊ നമ്മള് രാവിലെയുള്ള നമ്മളല്ല ഉച്ചയ്ക്കുള്ളത്, ഉച്ചയ്ക്കുള്ള നമ്മളല്ല രാത്രിയുള്ളത്. ഈ ഒരു പരിണാമത്തെയും നമുക്ക് മനസ്സിലാവണം. അതുകൊണ്ടാണ് ദിനചര്യ എന്നുള്ള സങ്കല്പം വരുന്നത്. ദിനചര്യയില് രാവിലെ ചെയ്യേണ്ട ചര്യകൾ ഉച്ചയ്ക്ക് ചെയ്തിട്ട് കാര്യമില്ല, ഉച്ചയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വൈകുന്നേരം ചെയ്തിട്ട് കാര്യമില്ല. രാവിലെ കഴിക്കാവുന്നവ രാത്രി കഴിക്കാൻ പാടില്ല. ഉദാഹരണത്തിന് ഇപ്പൊ തൈരൊക്കെ നമ്മൾ പറയും രാത്രി തൈര് കഴിക്കരുത് എന്ന് പറയും. രാത്രി തൈര് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ ഓൾറെഡി കഫം കൂടി നിൽക്കുന്ന ഒരു സമയം, അതിലേക്ക് കഫം ആഡ് ചെയ്യപ്പെടരുത്. അങ്ങനെ അപ്പം ഒരാഹാരം എല്ലാ കാലത്തും എല്ലാവർക്കും നല്ലതല്ല, ഒരാഹാരം എല്ലാ കാലത്തും എല്ലാവർക്കും ചീത്തയുമല്ല. അപ്പം സ്ഥല കാല അവസ്ഥ ഭേദമനുസരിച്ചിട്ട് വേണം ഓരോ ഡ്രഗും കഴിക്കണമെന്നോ ഓരോ ആഹാരം കഴിക്കണമെന്നോ ഒക്കെ നിശ്ചയിക്കാൻ. അപ്പൊ ഈ ഒരു നോളജ് നമുക്ക് നമ്മുടെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ഈ നോളജ് നമ്മളെ ആശുപത്രികളിലേക്ക് പോകാതിരിക്കാൻ സഹായിക്കും. അപ്പൊ നമുക്ക് അറിയാം, നല്ല വസ്തു എന്ന് പറയുമ്പോൾ പൊതുവെ പുതിയ കാലത്തെ ആധുനിക ഡയറ്റ് സങ്കല്പത്തില് അതിന്റെ ന്യൂട്രിയൻ വാല്യൂ മാത്രമാണ് സംസാരിക്കുക. എത്ര പ്രോട്ടീൻ ഉണ്ട്, എത്ര മിനറൽസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, ഇങ്ങനത്തെ ഡീറ്റെയിലിംഗ്. പക്ഷെ ഇവ നമ്മുടെ ശരീരത്തിൽ ഏത് സമയത്ത് എൻട്രി ചെയ്താൽ മാത്രമാണ് നമുക്ക് പ്രയോജനം ഉണ്ടാവാനും ഏത് സമയത്ത് ഇത് ചെന്നാൽ ദോഷമാവുമെന്നും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ അറിവില്ലെങ്കിലാണ് നമ്മൾ കോവിഡ് കാലത്ത്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, കോവിഡിൽ എല്ലാവർക്കും ഹെൽത്ത് വേണം, ഇമ്മ്യൂണിറ്റി വേണം. ഇമ്മ്യൂണിറ്റി വേണമെങ്കിൽ നല്ല ഭക്ഷണം വേണം. അപ്പൊ എന്ത് ചെയ്തു, കോവിഡ് ആശുപത്രികളിലൊക്കെ അവിടെ അഡ്മിറ്റ് ആയവർക്കൊക്കെ കൊടുത്തിരുന്ന ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ട്രോൾ ചെയ്യല്ലേ, എന്തൊക്കെയാ ഫുഡ് കിട്ടിയിരുന്നതെന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ഒരു തമാശയില്ലേ, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയുന്നത്, വളരെ കോമിക്കായിട്ട് പറയുന്ന കുറേ ആഹാരം, ചിക്കൻ ഉണ്ട്, മീനുണ്ട്, മുട്ടയുണ്ട് എന്നൊക്കെ പറയുന്ന, ആ ബിരിയാണി ഉണ്ട് എന്നൊക്കെ പറയുന്ന സംഭവം. അപ്പൊ ഇങ്ങനെ എല്ലാ നല്ല ആഹാരങ്ങളും വെറുതെ ജുഡീഷ്യസ് അല്ലാതെ കഴിക്കുക എന്ന് പറയുന്ന ഹെൽത്തിന് കാരണമാവില്ല. റൈറ്റ് ടൈമില് റൈറ്റ് എമൗണ്ടില് റൈറ്റ് ആള് കഴിക്കുമ്പോഴേ അത് ഹെൽത്തി ആവുള്ളൂ. അപ്പൊ ഈ നോളജ്, ഇത്രയും ഡീറ്റെയിലിംഗ് ഉള്ള നോളജ് വന്നാലാണ് നമുക്ക് നമ്മുടെ ഹെൽത്തിന്റെ അധികാരിയാവാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും നമ്മൾ എക്സ്പെർട്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ ബേസിക് നോളജ് അബൌട്ട് വാട്ട് ആം ഐ, എന്റെ പ്രകൃതി എന്താണ്, എനിക്കിപ്പോൾ എത്ര വയസ്സായി, എന്റെ ദഹനശക്തി എത്രയുണ്ട്, എന്റെ ജഠരാഗ്നി എത്രയുണ്ട്, എനിക്ക് എത്ര കഴിക്കാം, എനിക്ക് എന്ത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് ഒരു മനുഷ്യൻ അവനവൻ്റെതായിട്ടുള്ള ഒരു ജേർണലിംഗ്, ഒരു ഡയറി കീപ്പ് ചെയ്യണം. അത് മാത്രമാണ് നമ്മളെ ഹെൽത്തി ആയിട്ട് നിർത്താൻ സഹായിക്കുള്ളൂ. ഒരു മിനിറ്റ്, ഒരു ഫോൺ കോൾ വരുന്നുണ്ട്, ഒന്ന് ഹോൾഡ് ചെയ്യണേ. കട്ടാവണല്ലോ. ഓക്കെ, കേൾക്കാനുണ്ടോ? ഓക്കെ. അപ്പം അതുകൊണ്ട് ആണ് നമ്മൾ ഈ കാലവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഹ്യൂമൻ എക്സിസ്റ്റൻസിനെ അറിയണം എന്ന നിലയ്ക്കാണ് ദിനചര്യ വരുന്നത്. ഇപ്പൊ രാവിലെ നമ്മൾ എഴുന്നേറ്റ് ചെയ്യുന്ന ദിനചര്യയുടെ ഒരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സാണ് നമ്മളെ ഹെൽത്തിൽ നിലനിർത്തുന്നത്. അതേപോലെ തന്നെ കാലം, ഋതു, ഒരു വർഷത്തിനകത്ത് മനുഷ്യ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള വരുന്ന മാറ്റങ്ങളുണ്ട്.
മഴക്കാലത്തെ നമ്മുടെ ശരീരം അല്ല വേനൽക്കാലത്തെ ശരീരം. അപ്പൊ അങ്ങനെ മഴയ്ക്കും മഞ്ഞിനും വേനലിനും അങ്ങനെ 6 ഋതുക്കളെ വിഭാവനം ചെയ്തിട്ടുണ്ട് നമ്മുടെ ആചാര്യന്മാർ. അപ്പൊ ആ 6 ഋതുക്കൾക്കും അനുസരിച്ചിട്ടുള്ള ഒരു പൊസിഷനിങ് ആഹാരത്തിന്റെ കാര്യത്തിലും വിഹാരത്തിന്റെ കാര്യത്തിലും മനുഷ്യനുണ്ടാവേണ്ടതുണ്ട്. അതും നമുക്ക് ആരോഗ്യത്തിന് ആവശ്യമാണ്. അപ്പം ഒന്ന് നമ്മുടെ പ്രകൃതി എന്താണെന്ന് അറിയണം. പ്രകൃതി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, എത്രയാ പ്രകൃതി എന്ന് ചോദിച്ചാൽ 7 പ്രകൃതി. വാദപ്രകൃതി, പിത്തപ്രകൃതി, കഫപ്രകൃതി, വാദപിത്ത പ്രകൃതി, വാദകഫ പ്രകൃതി, പിത്തകഫ പ്രകൃതി. പിന്നെ ഇത് മൂന്നും ചേർന്ന് വാദ പിത്ത കഫ പ്രകൃതി. 7. അതായത് എല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്ക്, 2ന്റെ കോമ്പിനേഷൻ, പിന്നെ 3 കൂടി ചേർന്നത്. ഇത് 7 ബേസിക് പ്രകൃതി പറഞ്ഞാൽ പോലും ഇതിൽ തന്നെ വരുന്ന വേരിയേഷൻ അനുസരിച്ചിട്ട് പ്രകൃതി അസംഖ്യം. ഓരോ മനുഷ്യനും യുണീക്കാണ്. എന്നാലും നമുക്കൊരു പ്രാക്ടിക്കൽ പർപ്പസിന് ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ 7 പ്രകൃതി എന്ന് പറയും. അപ്പൊ ഒരു മനുഷ്യൻ ഈ 7 പ്രകൃതിയിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും. അപ്പൊ എന്റെ പ്രകൃതി അനുസരിച്ച് വേണം ഞാൻ എന്റെ ആഹാരത്തെയും വിഹാരത്തെയും നിശ്ചയിക്കാൻ. അപ്പൊ ഏതെങ്കിലും ഒരു ഫുഡ് ജനറൽ ആയിട്ട് ഒരു വാട്സപ്പ് ഫോർവേഡിന്റെ ഭാഗമായിട്ട് വളരെ കിടിലമാണ്, കേമാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാവുന്നതല്ല. കാരണം ഞാൻ, എന്റെ ശരീരം, എന്റെ പ്രായം, എന്റെ പ്രകൃതി, ഈ ധാരണകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്ക് ഏതെങ്കിലും ഒരു ആഹാരം നല്ലതോ ചീത്തയായി മാറുക. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോളജിന്റെ ആഴത്തിലേക്ക് പോയ ഒരു ശാസ്ത്രമാണ് ആയുർവേദം എന്ന് മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്സിന്റെ മുഴുവൻ. നമുക്ക് അതിന്റെ മുഴുവൻ അർത്ഥവും കിട്ടില്ല. പക്ഷെ ഇത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യണം. ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ഉള്ള, ഇത്ര എന്താ പറയുക, സൂക്ഷ്മതയിലേക്ക് പോകുന്ന ഒരു സയൻസ് ആണ് ഇത് എന്നുള്ള തിരിച്ചറിവില് നമുക്ക് എന്താ പറയാ, അവഗണിക്കാതെ ഇതിന്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നല്ല ഷാർപ്പായിട്ടുള്ള ബുദ്ധിയുള്ള പുതിയ തലമുറ അത് പഠിക്കാൻ തയ്യാറാവുമ്പോഴാണ് ഇതിന്റെ അകത്തുള്ള ബാക്കി അറിവുകൾ അൺലോക്ക് ചെയ്യപ്പെടുക. അതുകൊണ്ടാണ് ഇത്രയും തോട്ട് പ്രോസസ്സ് നമ്മുടെ പൂർവികര് ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ട്, കാലവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ ഓർത്തു വെക്കണം. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഈ നമുക്ക് കിട്ടിയ ബേസിക് കോമ്പിനേഷൻ വാദപിത്ത കഫങ്ങളുടെ നമ്മുടെ ഇതിൽ വരുന്ന വ്യതിയാനം നമ്മുടെ രോഗത്തിന് കാരണമാവും. അതിന്റെ സാമ്യാവസ്ഥ നമ്മുടെ ആരോഗ്യത്തിന്റെ കാരണമാവും. ഇത്രയും പറഞ്ഞു നിർത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, മനുഷ്യ ശരീരം പഞ്ചഭൂതാത്മകമാണ്, പുറമെയുള്ള വസ്തുക്കളും പഞ്ചഭൂതാത്മകമാണ്. അതുകൊണ്ട് അവ ഉപയോഗിച്ച് ശരീരത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു ലോജിക്കിലാണ് നമ്മൾ അവ നമ്മുടെ സസ്യലതാദികൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ആ മരുന്നുകൾക്ക് രസം, ഗുണം, വീര്യം, വിപാകം, പ്രഭാവം, ഇങ്ങനെ ഗുണങ്ങളെ ആട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു പർട്ടിക്കുലർ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇഞ്ചിയെന്നോ ഉള്ളിയെന്നോ കുരുമുളകെന്നോ പറഞ്ഞാൽ ആയുർവേദത്തിൽ അതിന് ഇഞ്ചിയുടെ രസം ഇന്നതാണ്, എരിവാണ്, വീര്യം ഉഷ്ണമാണ്, അങ്ങനെ അതിനെ മുഴുവനും നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പം ഈ ഗുണങ്ങൾ അറിഞ്ഞിട്ടാണ് ഒരു പർട്ടിക്കുലർ സമയത്ത് നമ്മളിത് കഴിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. അപ്പം വളരെ ഉഷ്ണവീര്യമുള്ള ഡ്രഗ്സ് ഒന്നും, ആഹാര വസ്തുക്കളൊന്നും തന്നെ നമ്മൾ വേനൽക്കാലത്ത് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. തിരിച്ച് വളരെ തണുപ്പുള്ള ഒരു സമയത്ത് ശീതവീര്യമുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കാൻ നോക്കണം. അപ്പൊ അതിനെന്ത് വേണം? ഈ ദ്രവ്യവിജ്ഞാനം വേണം. ഒരു വസ്തു എന്താണെന്ന് നമ്മൾ അറിയണം. എന്താണെന്ന് എങ്ങനെ അറിയുന്ന? അതിന്റെ ഈ രസം, ഗുണം, വീര്യം, വിപാകം, പിന്നെ പ്രഭാവം, ഇങ്ങനെയുള്ള 5 ഘടകങ്ങൾ നമ്മൾ ഒരു 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 ദ്രവ്യത്തെ കുറിച്ച് അറിഞ്ഞിട്ടാണ്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അത് വളരെ യുക്തിപൂർവ്വം മരുന്നായിട്ട് പ്രയോഗിക്കുക. അപ്പൊ എന്തൊക്കെയാണ് ഒരു 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 പർട്ടിക്കുലർ ഹെർബ്, പർട്ടിക്കുലർ ചെടി എടുത്താൽ നമ്മൾ നോക്കേണ്ടത്, അറിയേണ്ടത് രസം, ഗുണം, വീര്യം, വിപാകം. പ്രഭാവം എന്ന് പറയുന്നത് അൺഡിഫൈൻഡ് ആയിട്ടുള്ള അത്ഭുതകരമായ പ്രവൃത്തി, എന്താണെന്ന് അറിയില്ല, വിശദീകരിക്കാനാവുന്നില്ല എന്നുള്ളിടത്താണ് പ്രഭാവം വരുന്നത്. രസം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വേർഡ് പറഞ്ഞല്ലോ, നമുക്ക് ആയുർവേദത്തില് 6 രസങ്ങളാണുള്ളത്, ഷഡ് രസം. നമ്മൾ മോഡേൺ ഇതിൽ പഠിച്ചിരിക്കുന്ന 4 ടേസ്റ്റ് ആണ്, ആയുർവേദം 6 പറയുന്നത്. മധുര, അമ്ല, ലവണം, കടു, തിക്ത, കഷായം. മധുരം, അമ്ലം, ലവണം, കടു, തിക്തം, കഷായം. മധുരം അറിയാന്താണ്, അമ്ലം എന്ന് പറഞ്ഞാൽ പുളി, ലവണം ഉപ്പ്, മധുര, അമ്ല, ലവണം. കടു എന്ന് പറഞ്ഞാൽ എരിവ്, തിക്തം എന്ന് പറഞ്ഞാൽ കയ്പ്, കഷായം എന്ന് പറഞ്ഞാൽ ചവർപ്പ്. ഇങ്ങനെ 6 രസങ്ങൾ, 6 ടേസ്റ്റുകളെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ദ്രവ്യം ഈ 6 ടേസ്റ്റുകൾ ഏതെങ്കിലും ഒന്നായിരിക്കും. എന്നാൽ അതിന്റെ രസം എന്താ വെച്ചാല്, എങ്ങനെയാണ് മധുരം വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രസമാണ്. മധുരം എന്ന് പറഞ്ഞാല് ബേസിക്കലി
ഭൂജലങ്ങളുടെ കോമ്പിനേഷൻ ആയിരിക്കും. പഞ്ചഭൂതാത്മകമായിട്ടാണല്ലോ എല്ലാ വസ്തുക്കളും. അപ്പം മധുരരസം എന്ന് പറയുന്നത് ഭൂമിയും ജലവും ചേർന്നിട്ടായിരിക്കും. ആ ഭൂമിയും ജലവും ചേർന്നിട്ടുണ്ടായ മധുരരസം ഭൂമിയും ജലവും ചേർന്നുണ്ടായ ത്രിദോഷങ്ങളിലെ കഫത്തിന് കാരണമാവും. അതുകൊണ്ട് കഫവർദ്ധന ഉണ്ടാവണമെങ്കിൽ മധുരം കഴിച്ചാൽ കഫം വർദ്ധിക്കും. ഇങ്ങനെയാണ് ഇതിന്റെ നിയമങ്ങൾ പോകുന്നത്. അപ്പം രസഗുണ വീര്യ വിഭാഗങ്ങളുള്ള ദ്രവ്യത്തിന്റെ ആ രസം അറിഞ്ഞിട്ട് ആ 6 രസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ത്രിദോഷങ്ങളായ വാദത്തെയും പിത്തത്തെയും കഫത്തെയും വർദ്ധിപ്പിക്കാനോ ശമിപ്പിക്കാനോ സാധിക്കും. അപ്പം ബുദ്ധിപൂർവം ആഹാരം കഴിച്ചാൽ തന്നെ നമ്മുടെ ഉള്ളിലെ ത്രിദോഷ ഇംബാലൻസ് മാനേജ് ചെയ്യാൻ പറ്റും എന്നറിയാം. അപ്പൊ അതാണ് അടുത്ത ഒരു കാര്യം. അപ്പൊ ദ്രവ്യത്തിന്റെ ഒരു ദ്രവ്യത്തിനെ വിലയിരുത്തുന്നത് അതിന്റെ രസം, വീര്യം, വിപാകം. രസം, ഗുണം, വീര്യം, വിപാകം, പ്രഭാവം. അപ്പൊ രസം എന്താന്ന് പറഞ്ഞു? ടേസ്റ്റ്. രസം. ഇനി ഗുണം എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞില്ലേ, രൂക്ഷം അല്ലെങ്കിൽ ശീതം, ലഘു, ഭാരം കുറഞ്ഞത്, അങ്ങനെയൊക്കെയുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒരു 20 എണ്ണം ഉണ്ട്. അതാണ് ഗുണങ്ങൾ. അത് എല്ലാ ദ്രവ്യങ്ങളിലും കയറി ഇറങ്ങി കാണും. ഇപ്പൊ പെർട്ടിക്കുലർ വസ്തുവിനെ അത് എന്താണെന്ന് അറിയുന്നതാണ് അതിന്റെ ഗുണം. വീര്യം എന്ന് പറയുന്നത് 2 തരത്തിലുള്ളൂ, ശീതം അല്ലെങ്കിൽ ഉഷ്ണം. ഐതർ ശീതവീര്യമായിരിക്കും അത്, അല്ലെങ്കിൽ ഉഷ്ണവീര്യമായിരിക്കും. പിന്നെ വിപാകം എന്ന് പറഞ്ഞത് തുടക്കത്തിൽ മധുരരസമായത് ദഹന പ്രക്രിയയ്ക്ക് ശേഷം ചിലപ്പോൾ എരിവുള്ളതായി മാറും. എരിവിന്റെ ഗുണങ്ങൾ ഉണ്ടായതായി മാറും. അത് വിപാകത്തിൽ വരുന്ന മാറ്റാണ്. ഇപ്പൊ രസം അത് 3 എണ്ണാണുള്ളത് വിഭാഗത്തിൽ വരുന്ന മാറ്റം. അപ്പം മധുരവും ലവണവും വിഭാഗത്തിൽ മധുരമായി തന്നെ പരിണമിക്കും. അമ്ളം വിഭാഗത്തിൽ അമ്ളം തന്നെയായിട്ട് അവസാനിക്കും. കടു തിക്ത കഷായങ്ങൾ എരിവും കയ്പും ചവർപ്പും എരിവ് രസമായിട്ട് മാറും, കടുവായിട്ട് മാറും. അങ്ങനെ 3 വിഭാഗം. വിഭാഗങ്ങൾ 3. രസം 6, ഗുണം 20, വീര്യം 2, വിഭാഗം 3. രസം ഏതൊക്കെയായിരുന്നു വെച്ചാല് മധുരം, അമ്ളം, ലവണം, കടു, തിക്തം, കഷായം. ഗുണം എന്ന് പറഞ്ഞത് 20 ഗുണങ്ങളുണ്ട്, അത് ഞാൻ പറയണില്ല. വീര്യം 2, ശീതം, ഉഷ്ണം. വിഭാഗം 3, മധുരം, അമ്ളം, കടു. അതില് മധുരവും അമ്ലവുമായിട്ടുള്ള രസം വിഭാഗത്തിൽ മധുരമായിട്ട് മാറും. രസമുള്ളത് വിഭാഗത്തിൽ അമ്ളം തന്നെയായിട്ട് അവസാനിക്കും. കടു, തിക്ത, കഷായം എന്ന് പറഞ്ഞ ആദ്യം പറഞ്ഞ രസങ്ങൾ 3 ദഹന പ്രക്രിയയ്ക്ക് ശേഷം കടുവായിട്ട് മാറും. കടു എന്ന് വെച്ചാൽ എരിവായിട്ട് മാറും. ഇതാണ് ദ്രവ്യങ്ങളെ കുറിച്ചുള്ള. അപ്പം എങ്ങനെയാണ് പുറമേയുള്ള വസ്തുവിനെ നമ്മൾ കാണുന്നത്, അത് കണ്ടിട്ട് അതിന്റെ ജുഡീഷ്യസ് ആയിട്ടുള്ള യൂസാണ് മനുഷ്യ ശരീരത്തിൽ അതിനെ മരുന്നായിട്ട് മാറ്റുന്നത്. പ്രഭാവം എന്ന് പറഞ്ഞ ഒരു 5ാമത്തെ ഘടകം പറഞ്ഞു. അത് എന്താണെന്ന്, എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വിശേഷിപ്പിക്കാൻ പറ്റാത്ത ഒരു അത്ഭുതകരമായ പ്രവൃത്തി, അതായത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിന് പ്രഭാവം എന്ന് പറഞ്ഞു നിർത്തിയെന്ന് മാത്രം. ഇതിനെ പറഞ്ഞു നിർത്തിയതിന് ശേഷം രോഗങ്ങളിലേക്ക് പോവാണ്. രോഗത്തിന് 2 അധിഷ്ഠാനം, ശരീരവും അധിഷ്ഠാനമാണ്, മനസ്സും അധിഷ്ഠാനമാണ്. ശരീരത്തിലെ രോഗങ്ങൾക്ക് ഈ വാതപിത്ത കഫങ്ങളുടെ ഇംബാലൻസ് ആണ് കാരണം. മനസ്സിലെ രോഗങ്ങൾക്ക് ഗുണങ്ങൾ, നമ്മൾ പറയില്ല മനോദോഷങ്ങൾ ഏതൊക്കെയാണ്? സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന മനോഗുണങ്ങൾ പറയും. അതില് രജസ്സും തമസ്സും കാരണമാണ് മനോരോഗങ്ങൾ വരുന്നത്. അതാണ് മറ്റൊരു പോയിന്റ്. പിന്നെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ എല്ലാ രോഗങ്ങളും വരുന്നതിന് 3 കാരണമുണ്ട്. ഇന്ദ്രിയാർത്ഥ സംയോഗം, അസാത്മേന്ദ്രിയാർത്ഥ സംയോഗം, വല്ലാത്തൊരു വാക്ക്, അസാത്മേന്ദ്രിയാർത്ഥ സംയോഗം, പ്രജ്ഞാപരാധം, പരിണാമം. ഇങ്ങനെ 3 കാരണങ്ങളാണ് മദർ ഓഫ് ഓൾ റീസൺസ്. രോഗം വരുന്നതിന്റെ കാർഡിനൽ റീസൺസ് 3 അസാത്മേന്ദ്രിയാർത്ഥ സംയോഗം, പ്രജ്ഞാപരാധം, പരിണാമം. അസാത്മേന്ദ്രിയാർത്ഥ സംയോഗം എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ വലിയ വാക്കാണെങ്കിലും നമുക്ക് പറഞ്ഞ് കേട്ടു തുടങ്ങുന്നത് എന്താണെന്ന് മനസ്സിലാവും. അത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്ദ്രിയങ്ങളായിട്ടുള്ള കണ്ണും മൂക്കും രുചി, നാക്കും ത്വക്കും, പിന്നെന്താ രുചി, കേൾവിയും, ഇതെല്ലാം അനാവശ്യമായിട്ടുള്ള ഇന്ദ്രിയ അർത്ഥങ്ങളിലേക്ക്, എന്താ പറയാ, വിഷയങ്ങളിലേക്ക് കൂടുതലായിട്ട് ഇൻഡൽജ് ആവുമ്പോൾ ഉണ്ടാകുന്നതാണ് രോഗങ്ങൾ എന്നാ പറയുന്നത്. അതായത് റോങ് ഇന്ററാക്ഷൻ ഓഫ് യുവർ സെൻസ് ഓർഗൻസ് വിത്ത് ദ ഒബ്ജക്റ്റ് എന്ന് വെച്ചാല് ഒത്തിരി നേരം മൊബൈൽ നോക്കുന്നത്,
ഭീതിജനകമായിട്ടുള്ള വീഡിയോസ് കാണുന്നത്, അല്ലെങ്കിൽ മനസ്സിനെ കലുഷമാക്കുന്ന കാര്യങ്ങൾ കാണുന്നത്, ഇതൊക്കെ കണ്ണിന്റെ അസാത്മേന്ദ്രിയാർത്ഥ സംയോഗമാണ്. കേൾവിയിൽ ഇതുപോലെയുണ്ട്, രുചിയിൽ ഇതുപോലെയുണ്ട്, ഗന്ധത്തിൽ ഇതുപോലെയുണ്ട്, സ്പർശത്തിൽ ഇതുപോലെയുണ്ട്. അപ്പം ഇന്ദ്രിയങ്ങളിലൂടെ തെറ്റായ, ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയത്തിന്റെ ഒബ്ജക്റ്റും ഇന്ദ്രിയാർത്ഥവും തമ്മിലുള്ള വഴിതെറ്റിയ അസോസിയേഷനാണ് രോഗങ്ങൾക്ക് കാരണം എന്നാണ് ഒന്നാമത്തെ കാരണം. ഇത് വളരെ എവിഡന്റ് ആണ്, കൂടുതൽ വിശദീകരിക്കണില്ല, സമയം കുറവല്ലേ നമുക്ക്. അപ്പൊ പെട്ടെന്ന് കേട്ടാൽ നിങ്ങൾക്കൊക്കെ ബുദ്ധിയുള്ളത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഏതൊക്കെ രീതിയിലാണ് നമ്മൾ രോഗകാരണമായിട്ടുള്ള ബിഹേവിയറിൽ നിൽക്കുന്നത് നോക്കിയിട്ട് ആ കാരണങ്ങളെ നമ്മൾ മോഡറേറ്റ് ചെയ്യുക. ഈ നോളജ് ഒക്കെ കിട്ടുന്നത് നമുക്ക് അനുവർത്തിക്കാനാണ്, ആചരിക്കാനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇന്ദ്രിയാർത്ഥങ്ങളിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ വ്യാപാരം എന്താ പറയാ, ജുഡീഷ്യസ് ആയിട്ടും മോഡറേറ്റ് ചെയ്തൊക്കെ ഉപയോഗിക്കാം. ഇതാണ് ഒരു വേ ടു പ്രിവെന്റ് ഡിസീസ്. എന്താ വെച്ചാൽ അസാത്മേന്ദ്രിയാർത്ഥ സംയോഗം ഒഴിവാക്കുക. അത് അങ്ങനത്തെ റോങ് അസോസിയേഷൻ ഓഫ് യുവർ സെൻസ് ഓർഗൻസ് വിത്ത് ഒബ്ജക്ട് ഇല്ലാണ്ടാക്കുക. രണ്ടാമത്തത് പ്രജ്ഞാപരാധം. പ്രജ്ഞാപരാധം 3 തരത്തിൽ അപരാധങ്ങളുണ്ട്. ധീ അല്ല ധീ, ധൃതി, സ്മൃതി. ഇത് 3ന്റെയും വഴിതെറ്റലാണ് പ്രജ്ഞാപരാധം. ധീയുടെ വഴിതെറ്റൽ, ധൃതിയുടെ വഴിതെറ്റൽ, സ്മൃതിയുടെ വഴിതെറ്റൽ. എന്താ ധീ എന്ന് വെച്ചാൽ നോളജ്, ശരിയായ അറിവില്ലാണ്ടിരിക്കുക എന്ന് പറയുന്നത് പ്രജ്ഞാപരാധങ്ങളിൽ ഒന്ന്. ധീ ഭ്രംശം ആണ്. രണ്ടാമത്തത് ധൃതിഭ്രംശം. ധൃതിഭ്രംശം എന്ന് പറഞ്ഞാൽ ശരി ഏതാന്ന് അറിഞ്ഞിട്ട് അത് ചെയ്യാൻ സാധിക്കാനുള്ള വിൽ പവർ ഇല്ലാണ്ടിരിക്കുക, അതാണ് ധൃതിഭ്രംശം. ജാനാമി ധർമ്മം നചമേ പ്രവൃത്തി, ജാനാമ്യധർമ്മം നചമേ നിവൃത്തി. ശരി ഏതാണ് എന്ന് എനിക്കറിയാം, പക്ഷെ അത് ചെയ്യാൻ പറ്റണില്ല. തെറ്റേതാണെന്ന് എനിക്കറിയാം, പക്ഷെ ചെയ്യാതിരിക്കാനും പറ്റുന്നില്ല എന്ന് ദുര്യോധനന്റെ ഒരു ഗതികേട് പറയുന്നുണ്ട്. അത് ധൃതിഭ്രംശമാണ്. ശരി എന്താന്നൊക്കെ അറിയാം, പക്ഷെ തെറ്റേതാന്നും അറിയാം. ശരി അനുവർത്തിക്കാനും പറ്റണില്ല, തെറ്റിന്ന് ഒഴിഞ്ഞേക്കാനും പറ്റണില്ല. അത് ധൃതിഭ്രംശം. ആദ്യത്തെ ധീഭ്രംശമായിരുന്നു, അറിവേ ഇല്ല. ഉദാഹരണത്തിന് പഞ്ചസാര കഴിച്ചാൽ ഷുഗർ കൂടുമെന്ന് അറിയില്ല. രണ്ടാമത്തെ ആൾക്ക് പഞ്ചസാര കഴിച്ചാൽ ഷുഗർ കൂടുമെന്ന് അറിയാം, പക്ഷെ നിർത്താൻ പറ്റുന്നില്ല. മൂന്നാമത്തെ സ്മൃതിഭ്രംശം. മുമ്പുണ്ടായ ഒരു അനുഭവം തന്ന അറിവ് ആവശ്യത്തിന് ഓർമ്മയില്ലാണ്ടിരിക്കുക. അതായത് കഴിക്കാൻ നേരത്ത് ഓർത്തില്ല, കഴിച്ചു കഴിഞ്ഞപ്പോൾ ഓർമ്മ വരിക. ഇത് സ്മൃതിഭ്രംശമാണ്. അപ്പൊ ധീ, ധൃതി, സ്മൃതി എന്ന 3 പ്രജ്ഞയുടെ 3 ഘടകങ്ങളുടെ അപരാധം കൊണ്ട് രോഗം വരും. അപ്പൊ ആദ്യം പറഞ്ഞ സെൻസ് ഓർഗൻസിന്റെ അതിന്റെ ഒബ്ജക്ട്സുമായിട്ടുള്ള റോങ് അസോസിയേഷൻ. രണ്ടാമത് ഈ പ്രജ്ഞാപരാധം, ധീ, ധൃതി, സ്മൃതിയുടെ ഭ്രംശം, വഴിതെറ്റല്. പിന്നെ പരിണാമം. പരിണാമം എന്ന് പറഞ്ഞാൽ കാലം എന്നേ ഉള്ളൂ. കാലം, സ്വാഭാവികമായിട്ടുള്ള കാലത്തിന്റെ പരിണിതി കൊണ്ട് നമുക്ക് മനുഷ്യന് വരുന്ന മാറ്റങ്ങൾ. അങ്ങനെ 3 കാരണം കൊണ്ടാണ് രോഗം വരിക എന്ന് പറയും. രോഗത്തിനെ പറ്റിയിട്ട് പിന്നീട് എങ്ങനെയാണ് രോഗം വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഉണ്ട്. നിദാനം, രോഗത്തിന്റെ കാരണം എന്താണെന്ന് അറിയണം. രോഗത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ, രോഗമായി വരുന്നതിന് മുമ്പുള്ള ലക്ഷണം, പൂർവ്വരൂപം അറിയണം. പിന്നെ രൂപം, ബേസിക് ആക്ച്വൽ ലക്ഷണങ്ങൾ അറിയണം. പിന്നെ എന്ത് ചെയ്താൽ കൂടുന്നു, എന്ത് ചെയ്താൽ കുറയുന്നു അറിയണം, അത് ഉപശയം. പിന്നെ സംപ്രാപ്തി, രോഗം അതിന്റെ ഫൈനൽ പൊസിഷനിൽ എത്തിയ മെത്തേഡ്. അങ്ങനെ ഒരു നിദാന പഞ്ചകം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് നമുക്ക് അത്യാവശ്യമുള്ളതല്ല, അത് ചികിത്സയ്ക്കാണ് വേണ്ടത്. പിന്നെ ആയുർവേദം ഭൂമിയെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ജാങ്കരദേശം, ആനൂപദേശം, സാധാരണ ദേശം. അപ്പൊ ദേശത്തിനനുസരിച്ച് മാറ്റം വരും. ഒരേ മരുന്ന് ജാങ്കരദേശത്തുള്ളവന് കൊടുക്കുന്ന പോലെ ആനൂപദേശത്തുള്ള ആൾക്ക് കൊടുക്കരുത്. ആനൂപദേശം എന്ന് പറഞ്ഞാൽ ജലാശയം, കൂടുതൽ ഈർപ്പമൊക്കെയുള്ള സ്ഥലമാണ് ആനൂപം. ജാങ്കരം എന്ന് പറഞ്ഞാൽ വളരെ ഡ്രൈ ആയിട്ടുള്ള സ്ഥലമാണ്. സാധാരണ എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെ മിക്സ് ആണ്. അപ്പൊ നമ്മൾ ഏത് ഭൂമിയിൽ ജീവിക്കുന്നു എന്നുള്ളത് പോലും, ഏത് മരുന്ന് കഴിക്കണമെന്നും ഏത് ആഹാരം കഴിക്കണം എന്നുള്ളതിന്റെ പോലും നിശ്ചയിക്കപ്പെടുന്നു എന്നുള്ള അത്രമേൽ നമുക്ക് ചുറ്റുമുള്ള കാലത്തിനോടും പ്രദേശത്തിനോടും ഒക്കെ അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഹെൽത്ത് നിലനിൽക്കുന്നത് എന്നുള്ള അറിവ് നമ്മുടെ ആളുകൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് അതിനർത്ഥം. ഇനി ചികിത്സ 2 തരം: ശോധനം, ശമനം.
ശോധനം എന്ന് പറഞ്ഞാൽ എലിമിനേറ്റ് ചെയ്യുക, വളരെ വർദ്ധിച്ച ശരീരത്തിലെ ദോഷങ്ങൾ. ഈ വാതപിത്ത കഫങ്ങൾക്ക് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ബാലൻസ് നഷ്ടപ്പെട്ടിട്ട് ശരീരത്തിൽ ഇവ എക്സസ് ആയിട്ട് ഫോംഡ് ആവുന്ന സമയത്ത് വളരെ അധികമായി കഴിഞ്ഞാൽ അത് നമ്മുടെ നാച്ചുറൽ ഓറിഫേസസ് വഴി, നവദ്വാരങ്ങൾ വഴി അതിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള ശ്രമം, പുറത്തേക്ക് കളയാനുള്ള പദ്ധതിയാണ് ശോധനം. അതിലാണ് പഞ്ചകർമ്മം എന്ന് പറയുന്നത്. പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് എന്ന് കേട്ടിട്ടില്ലേ? അത് വരുന്നത് ശോധന ചികിത്സയിലാണ്. എലിമിനേഷൻ, വയറിളക്കിയിട്ടും ഛർദ്ദിപ്പിച്ചിട്ടും മൂക്കിന് മരുന്നൊഴിച്ചിട്ടും എനിമ പോലത്തെ ചികിത്സകൾ ചെയ്തിട്ടും വേർപ്പിച്ചൊക്കെ ചെയ്യുന്ന ശോധന ചികിത്സ. ശമനം എന്ന് പറഞ്ഞാൽ മരുന്ന് കഴിച്ചിട്ട് കൂടിയ ദോഷത്തെ കുറയ്ക്കുന്ന, മരുന്നിന്റെ പ്രഭാവം കൊണ്ട്, മരുന്നിന്റെ ഗുണം കൊണ്ട്, മരുന്നിന്റെ വീര്യം കൊണ്ട് വ്യത്യാസപ്പെട്ട ത്രിദോഷത്തിന്റെ ഇംബാലൻസിനെ ക്ലിയർ ചെയ്യുന്നതാണ് ശമന ചികിത്സ. മരുന്ന് ഉപയോഗിച്ചുള്ള ചികിത്സ ശമന ചികിത്സ. ഈ പുറത്തേക്ക് നമ്മുടെ ശരീരത്തിലെ നാച്ചുറൽ ഓറിഫേസസ്, ശരീരത്തിലെ മലദ്വാരത്തിലൂടെയും ഛർദ്ദിക്കുന്ന വഴിയിലൂടെയൊക്കെ എക്സസ് ആയിട്ടുള്ള ദോഷം പുറത്ത് കളഞ്ഞ് കൂടിയ രോഗങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ശോധനം. ആ ശോധന ചികിത്സയിലാണ് നമ്മൾ വളരെ ആയുർവേദത്തിന് വളരെ പ്രശസ്തി നേടിക്കൊടുത്ത പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത് വരുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഈ പഞ്ചകർമ്മ ചികിത്സ 5 ഏതൊക്കെയാണെന്ന് ചോദിക്കും. അതാണ് വമനം, വിരേചനം, നസ്യം, സ്നേഹവസ്തി, കഷായവസ്തി. വമനം ഛർദ്ദിപ്പിക്കുക, വിരേചനം വയറിളക്കുക, നസ്യം മൂക്കിലൂടെ മരുന്ന് വെച്ചിട്ട് മൂക്കിൽ കൂടെ തന്നെ അവിടെയുള്ള കഴുത്തിന് മുകളിലുള്ള ദോഷങ്ങളെ കളയുന്നു. 3 4-മത്തത് വസ്തി എന്ന് പറയുന്നത് സ്നേഹവസ്തി. സ്നേഹം എന്ന് പറഞ്ഞാൽ തൈലം, എണ്ണ, അതുകൊണ്ട് എനിമ പോലെ ചെയ്യുന്നതാണ് സ്നേഹവസ്തി. കഷായവസ്തി എന്ന് പറഞ്ഞാൽ കുറെ അധികം മരുന്നുകളും കഷായത്തോടെ ചേർന്നിട്ട് വീണ്ടും എനിമ പോലെ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് കഷായവസ്തി. അങ്ങനെ 5 തരം ശോധന ചികിത്സയാണ് പഞ്ചകർമ്മം. ഇതിലാണ് ഞാൻ നേരത്തെ പറയുന്നത് കായ ചികിത്സയിലാണ് പറയുന്നത്. പഞ്ചശോധനം എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറയുമ്പം ഈ വസ്തി എന്ന് മാത്രം പറഞ്ഞിട്ട് രക്തമോക്ഷം, ബ്ലഡ് ലെറ്റിംഗ് ആണ് ശല്യത്തില് സുശ്രുതാചാര്യൻ പറയുക. അതാണ് വ്യത്യാസം. പഞ്ചകർമ്മത്തില് പമനം, വിരേചനം, നസ്യം, സ്നേഹവസ്തി, കഷായവസ്തി. സുശ്രുതന്റെ പഞ്ചശോധനയില് പമനം, വിരേചനം, നസ്യം, വസ്തി, രക്തമോക്ഷം എന്ന് പറയും. രക്തമോക്ഷത്തിന് അട്ടയൊക്കെ ഉപയോഗിക്കണം, കണ്ടിട്ടില്ലേ? അതാണ് അതിലുള്ളത്. നേരത്തെ പറഞ്ഞ ദിനചര്യ എന്ന് പറയുന്ന കോൺസെപ്റ്റില് രാവിലെ എഴുന്നേറ്റിട്ട് പല്ല് തേക്കണം. പല്ല് തേക്കുമ്പം ഉപയോഗിക്കേണ്ട ദ്രവ്യങ്ങൾക്ക് മധുര രസം ഉണ്ടാവാൻ പാടില്ല. ചവർപ്പ്, എരിവ്, കയ്പ്, അതായിരിക്കണം പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന മരുന്നിന്റെ രുചി എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റിന് മധുരമാണ് എന്നുള്ളത് ഒരു കറക്റ്റ് ആയിട്ടുള്ള രീതിയല്ല. ആ ചവർപ്പും ആ എരിവും ആ കയ്പുമാണ് പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളുടെ രസമായിട്ട് വിധി ചെയ്യുന്നത്. നേത്രരക്ഷയ്ക്കായിട്ട് അഞ്ജനം, കണ്ണെഴുതാൻ പറയുന്നുണ്ട്, കണ്ണിന് ധാര ചെയ്യാൻ പറയുന്നത്. ഇതൊക്കെ നിത്യം ചെയ്യാനാട്ടോ പറയണേ. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് ഈ കേടുകളൊന്നും പറ്റില്ല, ഈ അവയവങ്ങൾക്കൊക്കെ. നസ്യം പറയുന്നുണ്ട്, ചെറിയ അളവില്, ചികിത്സ പോലെയല്ല, പ്രതിമർശം എന്ന് പറയുന്ന രീതിയിൽ 2 തുള്ളി വെച്ചിട്ട് മൂക്കിലൊഴിക്കാൻ നസ്യം പറയും. എല്ലാ ദിവസവും ചെയ്യാനുള്ള വിധിയാട്ടോ. അതായത് നസ്യമുണ്ട്. പിന്നെ കപിളം എന്ന് പറയുന്ന വായിൽ കവിൾ കൊള്ളാനായിട്ട് ചില മരുന്നുകൾ നിർത്തിയിട്ട് കവിൾ കൊള്ളുക, അല്ലെങ്കിൽ തൈലം വായിൽ നിർത്തുന്നത് കപിളം എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. പിന്നെ താമ്പൂല ചർവണം, ധൂമപാനം ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അഭ്യംഗം പറയുന്നുണ്ട്, വ്യായാമം പറയുന്നുണ്ട്, ഉദ്വർത്തനം എന്ന് പറഞ്ഞാൽ പൊടി വെച്ചിട്ട് തിരുമ്മലുണ്ട്, കുളി പറയുന്നുണ്ട്. ഇങ്ങനെ കുറെ അധികം കാര്യങ്ങൾ രാവിലെ തന്നെ ചെയ്യാൻ പറയുന്ന വിധി വൃത്തിയാവാനായിട്ടല്ല, ഈ കാലത്തിനനുസരിച്ചിട്ട് ശരീരത്തിലെ വാതപിത്ത കഫങ്ങൾക്ക് വരുന്ന കയറ്റിറക്കങ്ങളെ ക്യാൻസൽ ചെയ്യാനുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ബേസിക്കലി നമ്മുടെ ദിനചര്യ പ്രോസസ്സ്. കണ്ടു കഴിഞ്ഞാൽ അത് ശുചിത്വം എന്ന് പറയുന്ന ഒരു വളരെ എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു സൂപ്പർഫിഷ്യൽ റീസൺ ആയിട്ട് തോന്നുമെങ്കിലും അതിലുപയോഗിക്കുന്ന ഡ്രഗുകളുടെ പ്രത്യേകത കൊണ്ട് അത് കൃത്യമായിട്ടും മനുഷ്യ ശരീരത്തിൽ ഒരു രാത്രി ഉറങ്ങി എഴുന്നേറ്റപ്പുണ്ടായ ത്രിദോഷങ്ങളിലെ വ്യതിയാനം ഹാൻഡിൽ ചെയ്യാനായിട്ടാണ് ഈ ദിനചര്യ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഋതുചര്യയെ പറ്റി നേരത്തെ പറഞ്ഞല്ലോ, 6 ഋതുക്കളാണ് ഭാരതത്തിൽ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്ത്, ഹേമന്തം. ശിശിരം എന്ന് പറയുന്നത് നമുക്ക് ഡിസംബർ, ജനുവരി മാസം. വസന്തം എന്ന് പറയുന്നത് ഫെബ്രുവരി, മാർച്ച്. ഗ്രീഷ്മം എന്ന് പറഞ്ഞാൽ വേനൽക്കാലം, ഏപ്രിൽ, മെയ്. വർഷം ജൂൺ, ജൂലൈ. ഇത് 2 വെച്ചങ്ങ് പറയണമെന്നേ ഉള്ളൂ, അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മുടെ കാലാവസ്ഥ പോണത്. എന്നാലും ഏകദേശം
6 ഋതുക്കൾക്ക് 2 വെച്ചിട്ടാണ് ഒരു ഇത്. പക്ഷെ പല സ്ഥലങ്ങളിൽ ഇത് വളരെ വേരിയഡ് ആയിട്ട് വരും. പക്ഷെ എന്താണോ ലക്ഷണങ്ങൾ ആ ഋതുവിന് പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ച് ഇന്ന ഋതു എന്ന് അറിഞ്ഞിട്ട് ആ ഋതുവിന് പറഞ്ഞ ചര്യ, അതിന് പറഞ്ഞ ജീവിത രീതി നമ്മൾ അനുവർത്തിക്കണം. വർഷം എന്ന് പറയുന്നത് ജൂൺ ജൂലൈ പറഞ്ഞു, ശരത്ത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഏകദേശം, ഹേമന്തം ഒക്ടോബർ നവംബർ, അങ്ങനെ പോകുന്നു. എന്നിട്ട് ഓരോ ഋതുവിലും എങ്ങനെ ജീവിക്കണം എന്ന് പറയുന്നുണ്ട്. അത് കുറെ വലിയൊരു ലിസ്റ്റ് ഓഫ് തിങ്സ് ഉണ്ട്, അപ്പൊ അതിലേക്ക് ഞാൻ പോണില്ല. ഇനി ഒരു കോൺസെപ്റ്റും കൂടെ, നമുക്ക് സമയമായോ ശ്രീ? രാജുവേട്ടാ, ഒരു 8 മിനിറ്റ് കൂടി ആവാം. ആണല്ലേ? അത് ഞാൻ ഡിസ്കഷൻ, അങ്ങനെയല്ലേ? അതെ അതെ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയിലേക്ക് കൂടെ പറഞ്ഞിട്ട് നിർത്താം. അതായത് ത്രയോപസ്തംഭങ്ങൾ എന്ന് പറയുന്നത്, ഉപസ്തംഭം എന്ന് പറഞ്ഞാൽ തൂണുകൾ, പില്ലേഴ്സ്. അത് ആഹാരം, നിദ്ര, ബ്രഹ്മചര്യം, ഇത് മൂന്നുമാണ് ജീവന്റെ ത്രയോപസ്തംഭങ്ങൾ. അപ്പൊ ആഹാരം എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണ്, ഇഫ് പ്രോപ്പർലി യൂസ്ഡ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആഹാരമായിട്ട് വലിയൊരു ആഹാരവിധിയുണ്ട്. എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ധാരാളം വിധികളുണ്ട്. അത് വിധിയാമരണം ചെയ്യുമ്പോൾ ആഹാരം നമ്മുടെ ജീവിതത്തിന്റെ തൂണായി മാറുമ്പോഴാണ് ത്രയോപസ്തംഭങ്ങളിലെ ഒരു സ്തംഭമായിട്ട് ആഹാരം മാറുന്നത്. ഇല്ലെങ്കിൽ അത് രോഗകാരണമായിട്ടാണ് ഇപ്പം മാറുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഒരു വലിയ പഠനം വരുന്നത് ക്യാൻസർ പേഷ്യൻസിന്റെ, കുറേ ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സിന് ഏറ്റവും കൂടുതൽ റെക്ടൽ ക്യാൻസർ, മലാശയത്തെ അടിസ്ഥാനപ്പെടുത്തി വരുന്ന ക്യാൻസർ ആഹാരത്തിന്റെ രീതി മാറുന്നതുകൊണ്ട്, പണ്ടൊക്കെ വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് വന്നിരുന്നു, ഇപ്പൊ ചെറുപ്പക്കാർക്ക് വന്നു തുടങ്ങി എന്ന് പറയുന്നു. ഇതിന്റെ കാരണം നമുക്ക് ഒരു ലക്കാനുമില്ലാത്ത ആഹാരം കഴിക്കൽ കൊണ്ടാണ്. അപ്പൊ ആഹാരവിധി പാലിച്ചാൽ അത് ജീവിതത്തിന് തൂണായി വർത്തിക്കും. അതല്ലെങ്കിൽ അത് രോഗകാരണമായിട്ടും മരണകാരണമായിട്ടും മാറും. ആഹാരം വിഷം പോലെ വർത്തിക്കും. ഇത് തിരിച്ചറിയാനായിട്ട് ആഹാരവിധി ഒരു വലിയ ഏരിയയാണ് ജീവിതത്തില്. എന്താവാം, എന്താവില്ല, എന്ത് കഴിക്കണം എന്നുള്ളേക്കാളേറെ എങ്ങനെ കഴിക്കണം എന്നൊക്കെ ഉള്ളത് ഉണ്ട്. അപ്പൊ അതിലൊരു വിധി ഇതാണ്, അധ്യശനം പാടില്ല. എന്താണ് അധ്യശനം? നമ്മളിപ്പോ 8 മണിക്ക് ഒരു ഭക്ഷണം കഴിച്ചപ്പം 8:30 മറ്റെന്തോ കുറച്ചുകൂടി രസകരമായിട്ടുള്ള ഒരു ആഹാരം, ഒരു പലഹാരം കഴിക്കാൻ കിട്ടി, അല്ലെങ്കിൽ ഒരു സ്വീറ്റ് കഴിക്കാൻ കിട്ടിയാൽ, നമ്മൾ ആദ്യം കഴിച്ച 8 മണിക്കുള്ള ആഹാരം ദഹിക്കാനുള്ള സമയമാവുന്നതിന് മുമ്പ് അരമണിക്കൂറിന് ശേഷം നമ്മൾ ഒരു ആഹാരം കഴിക്കുന്നത് അധ്യശനം. ഒന്ന് കഴിച്ചതിന്റെ മുകളിൽ കഴിക്കുന്നു എന്നർത്ഥത്തിൽ അധ്യശനം. അത് ആഹാരത്തിന് തെറ്റായൊരു രീതിയാണ്. അനശനം, കഴിക്കാതിരിക്കല്, പട്ടിണി കിടക്കുന്നു, അത്ര കേമായിട്ടുള്ള അവസ്ഥയല്ല. അധ്യശനം, അനശനം. പിന്നെ നമ്മള് ഈ വിരുദ്ധാഹാരം എന്നുള്ള സങ്കല്പം, പരസ്പരം ചേരാൻ പറ്റില്ലാത്ത ആഹാരങ്ങളെ ചേർത്ത് കഴിക്കുക എന്ന് പറയുന്നത്, അങ്ങനെ ആഹാരത്തിന് അനുവർത്തിക്കാൻ പാടില്ലാത്ത അനവധി കാര്യങ്ങളുണ്ട്. അത് പാലിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് 3 തൂണുകളിൽ ആഹാരം, നിദ്ര, ബ്രഹ്മചര്യം എന്നുള്ള 3 ഹെൽത്തിന്റെ 3 തൂണുകളായിട്ട് പറയുന്നു. ആഹാരവിധി വളരെ പ്രധാനമാണ്. നിദ്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊക്കെ ഒരു സിർക്കേഡിയൻ ഋതമുണ്ട്, ഒരു പ്രകൃതിയുടെ താളമുണ്ട്. അതിനനുസരിച്ചിട്ട് വേണം ഉറങ്ങാൻ. നമ്മുടെ ജോലിയുടെ സ്വഭാവം കൊണ്ട് സാധിക്കാത്തവരുണ്ടാവാം. പക്ഷെ റീല് കണ്ടിരുന്ന് ഉറങ്ങാതിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ദൂരവ്യാപകമായിട്ടുള്ള ദോഷം നമ്മുടെ ആരോഗ്യത്തിന് ചെയ്യും. പിൽക്കാലത്താണ് നമ്മൾ അതൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുക. ഇപ്പൊ നമുക്ക് ഒരു കാര്യം രോഗം വരില്ല. നല്ലൊരു മാർജിൻ, നമ്മൾ ചെയ്യുന്ന എല്ലാ അട്രോസിറ്റിക്കും, നമ്മുടെ ശരീരത്തിനോട് ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും വലിയ മാർജിൻ തരുന്ന ഒരു സിസ്റ്റം, അത് മാനേജ് ചെയ്ത് അതിനെ എന്താ പറയുക, നമ്മളെ അഫക്റ്റ് ചെയ്യാതെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു സിസ്റ്റം, ഒരു ബാക്കപ്പ് പ്രോഗ്രാം എപ്പോഴും നമ്മുടെ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ഈ പറഞ്ഞ ആൾക്കാരെ സോഷ്യലി ഇത് പാടില്ല, അത് പാടില്ല, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞാലും, അങ്ങനെ ചെയ്തിട്ട് എനിക്കൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെ എന്നായിരിക്കും നമുക്ക് തോന്നുക. കഴിഞ്ഞ 10-15 മാസമായിട്ട് ഞാൻ എങ്ങനെയാണ്, എനിക്കൊരു കുഴപ്പമില്ലല്ലോ എന്ന് വെച്ചാൽ ഇപ്പോഴല്ല അത് പ്രശ്നം വരാൻ പോകുന്നത്. അത് നിങ്ങളുടെ മിഡിൽ ഏജിലാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്ന ആൾക്കാർ പോയിട്ടുണ്ടാവും. നമ്മൾ ജീവിതം ഒറ്റയ്ക്ക് നേരിടുന്ന സമയമായിരിക്കും. അപ്പം അപ്പോഴാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത അസുഖങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. അതിന്റെ കാരണം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പാലിക്കാതെ പോയ ആഹാരത്തിന്റെയും നിദ്രയുടെയും വിധികൾ ആണ് കാരണം എന്ന് തിരിച്ചറിഞ്ഞിട്ടും കാര്യമില്ലാത്തൊരു അവസ്ഥ വരും. അതുകൊണ്ടാണ് ഇത് പ്രധാനമായി മാറുന്നത്. അതുകൊണ്ട് രാത്രി ഉറങ്ങുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ആഹാരം, നിദ്ര, ബ്രഹ്മചര്യം എന്ന് പറയുന്നത്
ഇന്ദ്രിയങ്ങളുടെ ഇന്റലിജൻസ് ആണ്. കർമ്മേന്ദ്രിയങ്ങളുടെയും ജ്ഞാനേന്ദ്രിയങ്ങളുടെയും അനിയന്ത്രിതമായിട്ടുള്ള യൂസ്, വിഷയങ്ങളിലുള്ള ഇടപെടലുകളെ നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ് ബ്രഹ്മചര്യം. അപ്പം എല്ലാത്തിനും ഉള്ളൊരു മോഡറേഷൻ, ഒരു മിതത്വം, ഒരു മധ്യമ മാർഗം, ഒരു മിഡിൽ പാത്ത് നിലനിർത്താൻ നമുക്ക് സാധിക്കണം. അതാണ് ആഹാരം, നിദ്ര, ബ്രഹ്മചര്യം എന്ന് പറയുന്ന ത്രയോപസ്തംഭങ്ങൾ. ആയുർവേദത്തിലെ ഹെൽത്തിന്റെ 3 പില്ലേഴ്സ് എന്ന നിലയ്ക്ക് പറയപ്പെടുന്നു. അതും ഒരു വലിയ ഏരിയ ആണ് വിച്ച് വി നീഡ് ടു ലുക്ക് ഇൻ ടു. സമയമില്ലാത്തതുകൊണ്ട് കൂടുതൽ പറയില്ല. ഈ സബ് ടൈറ്റിൽസ് മാത്രം പറഞ്ഞു പോകുന്നത് ഇത്രയൊക്കെ ഉണ്ട് ഇതിനകത്ത് എന്ന് അറിയുകയും കൂടുതൽ അറിയാനുള്ള ക്യൂരിയോസിറ്റി വന്നിട്ട് ആഴത്തിൽ പോകാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് സാധ്യമാവുള്ളൂ. മറ്റൊരു കോൺസെപ്റ്റ് പറയുന്നത് ധാരണീയ വേഗങ്ങൾ, അധാരണീയ വേഗങ്ങൾ. ഇതുകൂടി പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കും. ധാരണീയ വേഗങ്ങൾ എന്ന് വെച്ചാൽ പിടിച്ചു വെക്കേണ്ടതായിട്ടുള്ള അർജസ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ചില ചലനങ്ങളുണ്ട്, മനസ്സിന്റെ തലത്തിലും ശരീരത്തിന്റെ തലത്തിലും. അതിൽ പിടിച്ചു വെക്കേണ്ട അർജസ് ഉണ്ട്, പിടിച്ചു വെക്കാൻ പാടില്ലാത്ത അർജസ് ഉണ്ട്. അപ്പൊ ശാരീരികമായിട്ടുള്ള അർജസ് ഒന്നും പിടിച്ചു വെക്കാൻ പാടില്ല. ഉദാഹരണത്തിന് നമുക്ക് അധോവായു, മലം, മൂത്രം, ഏമ്പക്കം, തുമ്മല്, വിശപ്പ്, ദാഹം, ഉറക്കം, എക്കിള്, കോട്ടുവായ, ചുമ, കരച്ചില്, ഇതൊന്നും നമ്മൾ പിടിച്ചു വെക്കാൻ പാടില്ല. ഇങ്ങനെ 13 പറയും. അധാരണീയ വേഗങ്ങൾ 13 പറയും. ധാരണീയ വേഗങ്ങൾ എന്ന് പറയുന്നത് മനസ്സിന്റെ മൂവ്മെന്റ്സ് ആണ്. നമ്മൾ യോഗയിലൊക്കെ പറയുന്ന ഭയം, ക്രോധം, ദുരഭിമാനം, ലജ്ജയില്ലായ്മ എന്നൊക്കെ പറയുന്ന മാനസിക വേഗങ്ങളുണ്ടല്ലോ, ദേഷ്യം, ഇതൊക്കെ മനസ്സിന്റെ വേഗങ്ങളാണ്. അത് നിയന്ത്രിക്കണം. ശരീരത്തിന്റെ വേഗങ്ങളെ നിയന്ത്രിക്കരുതെന്ന് മാത്രമല്ല, കൃത്രിമമായിട്ട് പുറപ്പെടുവിക്കരുത്. രണ്ടും പാടില്ല. പിടിച്ചു വെക്കാനും പാടില്ല, ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യാനും പാടില്ല. അപ്പൊ കൃത്രിമമായിട്ട് തുമ്മാനോ ചുമയ്ക്കാനോ മലശോധന ഉണ്ടാക്കാനോ ഒന്നും ശ്രമിക്കരുത്. എന്നാൽ അങ്ങനത്തെ ഒരു അർജ് വന്നാൽ പിടിച്ചു വെക്കാനും നിൽക്കരുത്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മാത്രം ഉണ്ടാകുന്ന ധാരാളം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ട്. അപ്പം പറയുമ്പോൾ വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. പക്ഷെ സ്വാഭാവികമായിട്ടുള്ള അർജസ്, ഫിസിക്കൽ അർജസ് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ 13 വേഗങ്ങൾ, അവ നമ്മൾ പിടിക്കരുത്. അതായത് ഫ്ലാറ്റുലൻസ്, നമ്മുടെ പിന്നെ മലം, മൂത്രം, തുമ്മുന്നത്, വിശപ്പ്, ദാഹം, ഉറക്കം, ചുമ, കിതപ്പ്, കോട്ടുവായ, കരച്ചില്, ഛർദി, ഇതൊന്നും പിടിച്ചു വെക്കാൻ പാടില്ല. എന്നാല് മനസ്സിന്റെ തലത്തിലുള്ള ആർത്തികളും ദേഷ്യവും ഭയവും ആ ലെവലുള്ള മനസ്സിന്റെ വേഗങ്ങളെ നിയന്ത്രിക്കുകയും വേണം. ഇങ്ങനെ ധാരണീയ വേഗങ്ങളുമുണ്ട്, അധാരണീയ വേഗങ്ങളുണ്ട്. അധാരണീയ വേഗങ്ങൾ ശാരീരികമാണ്, ശരീരത്തിൻ്റെതാണ്. ധാരണീയ വേഗങ്ങൾ, പിടിച്ചു വെക്കേണ്ട വേഗങ്ങൾ മനസ്സിൻ്റെതാണ്. തൽക്കാലം ഇത്രയും പറഞ്ഞ് നമുക്ക് നിർത്താം. ബാക്കി ഡിസ്കഷനിലേക്ക് പോകാം.